Oh, Jesus, 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 Jesus. Hallelujah, hallelujah. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ബ്ലോസം ഇൻ ജീസസ്. നമുക്ക് നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. അതിനായി റോസമാൻഡിയെ ക്ഷണിക്കും. രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രസിഡന്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാബിനറ്റ് അഡ്മിനിസ്ട്രേഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ നീതിയിലും സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും ഐക്യത്തിലും ഞങ്ങളുടെ ദേശത്തെ പരിപാലനം ചെയ്യുവാൻ എന്റെ പൊന്നു പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ആയുസ്സിനെ ആരോഗ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സൈന്യാധിപന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അവര് കർത്താവെ സുരക്ഷിതരായ രാജ്യത്തെ സേവനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവർക്ക് ഇടയാക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ പട്ടാളക്കാരെ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ കർത്താവ് ഓരോ മക്കളും സുരക്ഷിതരായ അവരുടെ ഭവനങ്ങളിലും അവരുടെ രാജ്യത്തും കഴിയുന്നത്. ഈശോ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ സമൃദ്ധിയിൽ പോറ്റുവാൻ കർത്താവെ, അവർ കഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ കർത്താവ് രാജ്യം പട്ടിണിയില്ലാതെ സമൃദ്ധിയിൽ കടന്നു പോകുന്നവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ വിളകളെ അനുഗ്രഹിക്കണം. അവരുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കുവാൻ, അവരുടെ അധ്വാനങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുവാൻ എല്ലാം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളെല്ലാം പകർന്ന സമയത്ത് കർത്താവെ, അവരധികമായി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, ആരോഗ്യ പ്രവർത്തകർ, അവരെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ കർത്താവ്, സ്വർഗത്തിന്റെ സംരക്ഷണം അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കണം. അവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്ത് സുവിശേഷം കർത്താവ് അധികമായി പകരുമ്പോൾ കർത്താവ് വലിയ ദൈവ പ്രവർത്തികൾ ഞങ്ങളുടെ രാജ്യത്ത് ഓരോ മക്കളുടെ ഹൃദയങ്ങളെ സുവിശേഷം തൊടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രതിപക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. മന്ത്രിമാർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് രാജ്യത്ത് നല്ല ദേശത്ത് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ, സമാധാനവും സുസ്ഥിതിയും സന്തോഷവും ഞങ്ങളുടെ ദേശത്തുണ്ടാകുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയനായി പ്രാർത്ഥിക്കുന്നു. തങ്ങുപറനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ സുവിശേഷത്തിന്റെ അഗ്നിയാൽ മകൻ ഓടുമ്പോൾ കർത്താവെ,
അവന്റെ ആരോഗ്യത്തെ ആയുസിനെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും കൊടുക്കണം കർത്താവെ. ശത്രുവിന്റെയും പകയന്റെയും ഭയം ഉണ്ടാകാക്കുന്ന ദൈവപ്രവർത്തി കർത്താവ് ഓരോ മക്കളും കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസുകാരനായി ബന്യബ്രദറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ DP ആയിരിക്കുന്ന വിനോദനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ മകനെ അധികമായി നീ ഉപയോഗിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അൻവറിന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവെ മക്കളുടെ ആരോഗ്യത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ സകല മേഖലകളെയും അനുഗ്രഹിക്കണം. എല്ലാ ചർച്ച് പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ യൂത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളാണല്ലോ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് സമാധാനത്തിന്റെ വക്താക്കളായി സുവിശേഷത്തിന്റെ വക്താക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നില്ല എല്ലാം ഞങ്ങളുടെ യുവതലമുറ രക്ഷപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സഭകളെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും സമാധാനവും സ്നേഹവും വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം എല്ലാ കുടുംബങ്ങളിലും വാഴണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് അവിടെ എല്ലാം ഒരു സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കാൻ ഇടയാക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ അത്ഭുതമാക്കി തീർക്കണം. സകലരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. താങ്ക് യു ആന്റി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി വാഗ്ദത്ത വചനം വായിക്കുന്നതിന് വത്സല ആന്റി ക്ഷണിക്കുന്നു. നമുക്ക് വാഗ്ദത്ത വചനങ്ങളെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ വർഷത്തെ വാഗ്ദത്ത വചനം നമുക്ക് എല്ലാവർക്കും ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാം. സങ്കീർത്തനം 23. യഹോവ വത്സലയുടെ ഇടയനാകുന്നു, വത്സലയ്ക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ വത്സലയെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. വത്സലയുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും വത്സലയ്ക്കൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ വത്സലയുടെ കൂടെ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വത്സലയുടെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയിലെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പ്രാണനെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. ഏശയ്യ 62:2. വത്സലയുടെ നീതിയെയും സകല രാജാക്കന്മാരും വത്സലയുടെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായു കൽപ്പിക്കുന്നു, പുതിയൊരു പേര് വത്സലയ്ക്ക് വിളിക്കപ്പെടും. ആമേൻ. സങ്കീർത്തനം 37:4. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ആമേൻ. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആമേൻ. 1 യോഹന്നാൻ 1:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. ഈ വാഗ്ദത്ത വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ. താങ്ക് യു വത്സല ആന്റി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. അതിനായി ബ്രദറിനെ ക്ഷണിക്കും. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നാഥനെ എൻ പ്രണയമേ പ്രണയമേ, ജീവനേ കാന്തനെ നീ എൻ സ്വന്തമേ സ്വന്തമേ. യേശുവേ നാഥനെ എൻ പ്രണയമേ പ്രണയമേ, ജീവനേ കാന്തനെ നീ എൻ സ്വന്തമേ സ്വന്തമേ. അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല എനിക്ക്, അങ്ങേ പിരിഞ്ഞെങ്ങും പോവാൻ കഴിയില്ല. അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല എനിക്ക്, അങ്ങേ പിരിഞ്ഞെങ്ങും പോവാൻ കഴിയില്ല. എൻ ജീവശ്വാസം പോലും
നിന്ദാനമല്ലോ നാഥ എൻ ജീവശ്വാസം പോലും നിന്ദാനമല്ലോ നാഥ എൻ ജീവനാഥ നീ എൻ സർവമേ സർവമേ യേശുവേ നാഥനെ എൻ പ്രണയമേ പ്രണയമേ ജീവനേ കാന്തനെ നീ എൻ സ്വന്തമേ സ്വന്തമേ യേശുവേ നാഥനെ എൻ പ്രണയമേ പ്രണയമേ ജീവനേ കാന്തനെ നീ എൻ സ്വന്തമേ സ്വന്തമേ അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല എനിക്ക് അങ്ങേ പിരിഞ്ഞെങ്ങും പോകാൻ കഴിയില്ല അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല എനിക്ക് അങ്ങേ പിരിഞ്ഞെങ്ങും പോവാൻ കഴിയില്ല എൻ ജീവശ്വാസം പോലും നിന്ദാനമല്ലോ നാഥ എൻ ജീവശ്വാസം പോലും നിന്ദാനമല്ലോ നാഥ എൻ ജീവനാഥ നീ എൻ സർവമേ സർവമേ യേശുവേ നാഥനെ എൻ പ്രണയമേ പ്രണയമേ ജീവനേ കാന്തനെ നീ എൻ സ്വന്തമേ സ്വന്തമേ ഹല്ലേലൂയ. നമ്മുടെ ജീവനായ നല്ല നാഥനെ നല്ല കാന്തനെ ഹല്ലേലൂയ കാന്തനായി കൈപിടിച്ച് നടത്തുന്ന വർഷത്തിൽ കർത്താവിന് കരങ്ങളെയൊക്കെ അടിച്ച് ഹല്ലേലൂയ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ ഉള്ളത്തെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ ഉള്ളത്തെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ ജീവജല നദിയേ ജീവജല നദിയേ ഒഴുകണമേ എന്നേൽ ഒഴുകണമേ ജീവജല നദിയേ ജീവജല നദിയേ ഒഴുകണമേ എന്നേൽ ഒഴുകണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ അഗ്നിച്ചിറകുകളെ വിരിക്കണമേ എന്നേൽ വിരിക്കണമേ അഗ്നിച്ചിറകുകളെ അഗ്നിച്ചിറകുകളെ വിരിക്കണമേ എന്നേൽ വിരിക്കണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ ഉള്ളത്തെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ ഉള്ളത്തെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ ജീവജല നദിയേ ജീവജല നദിയേ
ഒഴുകണമേ എന്മേൽ ഒഴുകണമേ ജീവജല നദിയേ ജീവജല നദിയേ ഒഴുകണമേ എന്മേൽ ഒഴുകണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ അഗ്നിച്ചിറകുകളെ അഗ്നിച്ചിറകുകളെ വിരിക്കണമേ എന്നെ വിരിക്കണമേ അഗ്നിച്ചിറകുകളെ അഗ്നിച്ചിറകുകളെ വിരിക്കണമേ ഇവിടെ വിരിക്കണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ ജീവജല നദിയേ ജീവജല നദിയേ ഒഴുകണമേ ഇവിടെ ഒഴുകണമേ ജീവജല നദിയേ ജീവജല നദിയേ ഒഴുകണമേ ഇവിടെ ഒഴുകണമേ കൊതി 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 കൊതിയാണേ കൊതി 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 കൊതിയാണേ കൊതി 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 കൊതിയാണേ യേശുവേ തീ 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 തീയാണേ എന്റെ ഉള്ളിൽ തീയാണേ എന്റെ ഉള്ളം കത്തുവാണേ യേശുവേ കൊതി കൊതി കൊതിയാണേ കൊതി 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 കൊതിയാണേ കൊതി 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 കൊതിയാണേ യേശുവേ തീ 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 തീയാണേ എന്റെ ഉള്ളിൽ തീയാണേ എന്റെ ഉള്ളം കത്തുവാണേ യേശുവേ യേശുവന്റെ പ്രിയനാണേ യേശുവന്റെ പ്രേമമാണേ യേശുവന്റെ പ്രാണനാണേ യേശുവേ യേശുവന്റെ പ്രിയനാണേ യേശുവന്റെ പ്രേമമാണേ യേശുവന്റെ പ്രാണനാണേ യേശുവേ കൊതി കൊതി കൊതിയാണേ കൊതി 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 കൊതിയാണേ കൊതി 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 കൊതിയാണേ യേശുവേ തീയാണേ എന്റെ ഉള്ളിൽ തീയാണേ എന്റെ ഉള്ളം കത്തുവാണേ യേശുവേ തീയാണേ എന്റെ ഉള്ളിൽ തീയാണേ എന്റെ ഉള്ളം കത്തുവാണേ യേശുവേ യേശുവന്റെ നാഥനാണേ യേശുവന്റെ നാഥനാണേ യേശുവന്റെ ജീവനാണേ യേശുവേ കൊതി കൊതി കൊതിയാണേ കൊതി 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 കൊതിയാണേ കൊതി 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 കൊതിയാണേ യേശുവേ മാപ്പം ദേവസ്ഥാനിക്കുമ്പോൾ മാപ്പം ദേവസ്ഥാനിക്കുമ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ഒളിച്ചിടുന്നു ദേവസ്ഥാനിക്കത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ഒളിച്ചിടുന്നു ദേവസ്ഥാനിക്കത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു മഹത്വത്തിൻ കൂടെ കീഴിൽ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വത്തിൻ കൂടെ കീഴിൽ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വം പൂത്തുലഞ്ഞു ദേവസ്ഥാനിക്കുള്ളിൽ ഇറങ്ങിയപ്പോൾ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദേവസ്ഥാനിക്കുള്ളിൽ ഇറങ്ങിയപ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ഒളിച്ചിടുന്നു ദേവസ്ഥാനിക്കത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു നീണ്ട് എന്റെ ഉള്ളം ഒളിച്ചിടുന്നു ദേവസ്ഥാനിക്കത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു കത്തുന്നേ 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 അഭിഷേകത്തിന്റെ തീയാളിനുള്ളം കത്തുന്നേ 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 അഭിഷേകത്തിന്റെ തീയാളിനുള്ളം കത്തുന്നേ
ഹല്ലേലൂയ. സ്തോത്രം. എന്താ പറയുക? സ്തോത്രം. സോറി, വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. യേശുകാന്തനെ എന്നുള്ള പാട്ടൊക്കെ വളരെ വളരെ കറക്റ്റായിട്ട് സ്തോത്രം കർത്താവിനെ വളരെ ബെസ്റ്റായിട്ട് കർത്താവ് ചെയ്തു, നിങ്ങളെ ഉപയോഗിച്ചു. യേശുനാഥനെ പ്രണയമേ പ്രണയമേ വളരെ ബെസ്റ്റായിട്ട് എല്ലാ പാട്ടുകളും പാടി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഇനി ശക്തമായിട്ട് ലോകരാജ്യങ്ങൾക്ക് ഈ കുടുംബം ഒരു അനുഗ്രഹമാകട്ടെ. സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ മഹത്വത്തോടെ വെളിപ്പെടട്ടെ. ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹം അതിനെ അറിയിക്കുന്നു. തന്നെ നമ്മെ സ്നേഹിക്കുകയും കർത്താവിന്റെ സ്നേഹത്തിൽ വഴി നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ആത്മീയതാവായ നമ്മുടെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുന്നു. ഐക്യം ഡയസിസിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവാത്മാവിന്റെ സ്വന്തം ഡയസിസിലേക്ക് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം പങ്കുവെക്കുന്നത് നമ്മുടെ വെള്ളൂർ സഭയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായ ആദിത്യൻ തോർ ഇന്നലെ രാത്രി കരുനാഗപ്പള്ളിയിൽ ശുശ്രൂഷിച്ചു. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിന്റെ വചനമായിട്ട് നമ്മളൊക്കെ റെഡിയാണ്. പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് കേൾക്കാൻ നമുക്ക് റെഡിയാകാം. ടു ആദിത്യൻ. ഹല്ലേലൂയ. ഓഡിയോക്കെ ക്ലിയർ ആണ്. ഹല്ലേലൂയ. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ യേശു നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. എത്ര സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കർത്താവിനോട് ചേർന്ന് ഒരു ആരാധനയൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ആക്കി തീർക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് 2023 നമ്മൾ കേട്ടതുപോലെ തന്നെ റേഡിയേറ്റിംഗ് റൈച്ചസ്നെസ് ആൻഡ് റീസ്റ്റോറേഷൻ, പുനഃസ്ഥാപനത്തിന്റെ വർഷം. ഹല്ലേലൂയ. ഈ വർഷക്കാലം ത്രൂ ഔട്ട് നമ്മൾ ചിന്തിക്കാത്ത വഴിയും വാതിലും നമുക്ക് വേണ്ടി തുറക്കുന്ന വർഷം. ഹല്ലേലൂയ. ലോകം നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നമ്മുടെ മഹത്വത്തെ കാണാൻ പോവുക. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ വിളിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേവലം വിശ്വാസികളോടോ ശുശ്രൂഷകരോടല്ല, അപ്പോസ്തല പ്രവൃത്തി 29 രചിക്കാൻ അല്ലെ ചരിത്രം എഴുതാൻ പോകുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരോടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 29 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുവരെ നമ്മൾ ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്താത്ത രീതിയിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും കയ്യാല കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാലോ, നമ്മൾ കേട്ടതുപോലെ തന്നെ ദിസ് ഫൈനൽ വേവ്. നമ്മളൊരു ഫൈനൽ വേവിലേക്ക് കടന്നിരിക്കുക. തങ്കുപറാന്റെ ആ വലിയ ദർശനം, 800 കോടി എന്ന വലിയ ദർശനത്തിൽ കർത്താവ് കൊടുത്താന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദർശനത്തിന്റെ ഒരു ഭാഗമാവാൻ നമുക്ക് കർത്താവ് വലിയൊരു ഭാഗ്യം തന്നിരിക്കുക. ഇന്നത്തെ ദിവസം കർത്താവ് എനിക്ക് ഉണ്ടാക്കിയ ദിവസം ഞാൻ തുള്ളിച്ചാടി ആനന്ദിക്കും. ഹല്ലേലൂയ. എന്റെ വിഷയങ്ങൾ എന്നെ അലട്ടത്തിൽ. എനിക്കൊരു വിഷയമില്ല. വിഷയം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നമുക്ക് കൂടെ യേശു ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എന്റെ കേസ് ആണെങ്കിലും പലപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ആദ്യമേ ടെൻഷൻ ആവും. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. പക്ഷെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര ഉള്ളായിരുന്നു, ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ എന്റെ എനർജി വേസ്റ്റ് ചെയ്തതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വർക്കിൽ പ്രഷറൊക്കെ വരുമ്പോൾ ഞാൻ അത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിലൂടെ ഞാൻ കടന്നുപോയി. എങ്ങനെയാ? നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല. നമ്മുടെ കരം പിടിച്ച് നമ്മുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല ഒരു ഇതിനെ അഭിമുഖീകരിക്കുന്ന. നമ്മളൊരു വ്യക്തിയല്ല, ഒരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്ന, അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ യേശു ഉണ്ട്. ഹല്ലേലൂയ. മുഴുവൻ സ്വർഗവും നമുക്ക് വേണ്ടി സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ദിവസം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇന്നത്തെ ദിവസം ആദ്യത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്റെ യേശു എനിക്ക് തന്നതാകിയാൽ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. റോമർ 2:15 മുതലുള്ള റോമർ 5:15 റോമർ 2:15 സോറി റോമർ 4:15 18 ഞാൻ വായിക്കാം. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകും. ബ്രദറെ, റോമർ 4:18 ഓക്കെ. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു.
ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഇവിടെ പറയുന്ന അബ്രഹാമിന്റെ കാര്യം പറയുന്നത്, അബ്രഹാമിന് 100 വയസ്സാണ്, സാറയുടെ ഗർഭപാത്രം നിർജീവമാണ്. അവിടെ എന്താ ഒരു പോസിബിലിറ്റി ഇല്ല. അബ്രഹാമിന് തന്നെ അറിയാം ഇത് സംഭവിക്കത്തില്ല. പക്ഷെ യേശുവിന്റെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, കടലിലെ മണൽത്തരികൾ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതി തരും എന്ന് ഒരു വാഗ്ദത്തം കിടക്കുക അവിടെ. പക്ഷെ ഫിസിക്കലി നോക്കിയാ അബ്രഹാം വേണം ചിന്തിക്കാം, സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, അബ്രഹാമിന് 100 വയസ്സായി, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. അവിടെ ഫിസിക്കലി സാഹചര്യം പ്രതികൂലമാണ്. പക്ഷേ അബ്രഹാം ചെയ്തത് എന്താ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നമ്മൾ നാളുകളായി കേട്ട പ്രവചനങ്ങൾ, അല്ലെങ്കിൽ നാളുകളായി നമ്മൾ കേൾക്കുക ഇന്ന് അത്ഭുതം നടക്കും കേട്ട പ്രവചനങ്ങൾ പലതുണ്ട്. അത് പലതും കേട്ടിട്ടും അത്ഭുതങ്ങൾ നമ്മൾ പ്രസന്റ്ലി നമ്മളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും നോക്കിക്കോണം, വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണ്. വാഗ്ദത്തം പറഞ്ഞത് മനുഷ്യനല്ല, വാഗ്ദത്തം പറഞ്ഞത് യേശുവാ. നമ്മളോട് ചെയ്ത വാഗ്ദത്തം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വാഗ്ദത്തം പറഞ്ഞിട്ട് അത് പൂർത്തീകരിക്കാതിരിക്കാൻ മനുഷ്യനല്ല, യേശു ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മൾ കേട്ട തൂതുകൾ സകലതും നിവർത്തിയാകുന്ന വർഷമാണ് 2023. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീര്യപ്രവൃത്തികൾ നമ്മുടെ കയ്യാൽ നടക്കാൻ പോവുക. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതിയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വന്നതല്ല, നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിളിച്ചിരിക്കുന്നതല്ല. ഈ ലോകത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. ദൈവവചനം പറയുന്ന പോലെ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിലല്ല, കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ നടത്തി യേശുവിനെ ഒന്ന് വിശ്വസിച്ചു തുടങ്ങി. നമ്മളോട് വാക്ക് പറഞ്ഞ വ്യക്തി ഒരു മനുഷ്യനല്ല, ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അഗ്രസീവ് ഇവാഞ്ചലിസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചിരിക്കുന്ന അതേ ഒരു വലിയ വിളിക്കാം, അഗ്രസീവ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞു വരുമായിരുന്നു, ആരാ അഗ്രസീവ് ഇവാഞ്ചലിസ്റ്റ്? അഗ്രസീവ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെ നേരെ കീഴ്മേൽ മറയ്ക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. യേശു ഒരു അഗ്രസീവ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. യേശു ചെന്ന് ഒരു പടകിൽ കയറി. ഹല്ലേലൂയ. ആ പടക് ശൂന്യമായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ? ശൂന്യമായ പടക് നിറഞ്ഞു, കൂടെയുള്ള പടകൂടെ നിറച്ചു. സാഹചര്യം ശൂന്യമായിരുന്നു, പക്ഷെ അതിന് നേരെ കീഴ്മേൽ മറയ്ക്കുന്ന ശുശ്രൂഷകരെ നമ്മൾ ഓരോരുത്തരും. വീഞ്ഞില്ലാത്തടത്ത് യേശു കടന്നു ചെന്നു. അവിടെ വെള്ളം ശ്രേഷ്ഠമായ വീഞ്ഞായി മാറി. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റി മറയ്ക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടത്തില്ല. നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് റിസൾട്ടില്ലേ നോക്കിയോ? ഏറ്റവും ബെസ്റ്റ് ആയത്, നമ്മൾ തോമസ് ബ്രാന്റെ സാക്ഷ്യം കേട്ടതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയത്, ആ മകൻ AC ഇല്ലാത്ത കാറിൽ 1.5 വർഷം പോയിരുന്നെങ്കിൽ റിസൾട്ട് വലുതായിരുന്നു. ലാംബോർഗിനി ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് ഇന്ന് ഇതുപോലെ തന്നെ ആ ഒരു സാക്ഷ്യം പ്രിയപ്പെട്ടവരെ എന്റെ ചിന്താഗതി തന്നെ മാറ്റി. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടില്ല. സാധാരണ അപ്ലൈ ചെയ്യാത്ത ഒരു സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയ വഴിയും വാതിലും തുറക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതായത് യേശുവിന്റെ പേരൊന്ന് ആർത്തു വിളിച്ച് എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ എന്റെ യേശുവിന് സാധിക്കുമെന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെങ്ങനെ പറഞ്ഞേ? എന്റെ അപ്പന്റെ കുക്കിന് ഒതുങ്ങുന്ന ഞാൻ കൊത്തിയെന്ന് പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നീ AC ഇല്ലാത്ത കാറിൽ നടക്കുക അല്ലേ? നീ ഇത്രയും കാലമായിട്ട് നടന്ന് എന്തേ കാണാത്ത? നിന്റെ ഒരു AC നന്നാക്കാൻ നിനക്ക് കഴിയുന്നില്ല, പിന്നെ നിനക്ക് എങ്ങനെ ലംബോർ? അവിടെ നിരാശയുടെ വാക്കുകളായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം കേട്ടെ. സാറ് കേട്ട നിരാശയുടെ വാക്കാം, പക്ഷെ വിട്ടുകൊടുത്തില്ല. ജെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ആ നിരാശയുടെ വാക്ക് പിടിച്ചില്ല. ഞാൻ ആഗ്രഹിച്ച വാഹനം എനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇതുപോലെ തന്നെ എന്റെ സത്യം പറയാൻ എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിയ ഒരു സാക്ഷ്യമായിരുന്നത്, വിശാലമായി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സാക്ഷ്യമായിരുന്നത്. ഇന്ന് ഈ വർഷക്കാലം നമ്മൾ മാറ്റിയിട്ട എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന വർഷമാണ്. ഈ വർഷക്കാലം നമ്മൾ കേട്ട സകല പ്രവചനങ്ങൾ നിവർത്തീകരിക്കുന്ന വർഷമാണ്. വൈകിട്ട് ഡയസിനെ പറ്റി നമ്മൾ ഒത്തിരി ദൂതുകൾ കേട്ട്, ഇവിടെ നടക്കുന്ന ഉണർവിനെ പറ്റി പഠിക്കാൻ വലിയ ദേവദാസന്മാർ ഇവിടെ വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നമ്മുടെ ആത്മീയ പിതാവിലൂടെ നമ്മൾ കേട്ടു വൈകിട്ട് ഡയസിന്റെ ശ്രുതി ദേശമെങ്ങും പറയും. ഇന്ന് നമ്മുടെ കാണിക്കാനല്ല, യേശു നമ്മളിലൂടെ തന്റെ ശക്തി കാണിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്ത് ദൈവത്തിന്റെ വചനം റോമറിൽ എഴുതിയിട്ടുണ്ട്, ദൈവം തന്റെ ഹല്ലേലൂയ, ദൈവം തന്റെ ശക്തി കാണിക്കാൻ ഹല്ലേലൂയ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ ഓരോരുത്തരും. അടുത്തിരിക്കുന്ന ഡിവൈസിൽ നോക്കി പറഞ്ഞേ, നിങ്ങളിലൂടെയാ ഇന്ന് ദൈവം തന്റെ ശക്തി കാണിക്കാൻ പോകുന്നത്. ദൈവം തന്റെ തേജസ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരിലൂടെയാ. ഹല്ലേലൂയ. അതിന് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ഒരു പകൽക്കാലം ഇന്ന് കർത്താവ് തന്നിട്ട് ഈ ഒരു വർഷക്കാലം ഫുൾ
ദിസ് ഇയർ ഫുൾ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്. ഞാൻ പറയാം, എനിക്കറിയാം എന്റെ യേശു അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ. നമ്മൾ കർത്താവിന് വേണ്ടി അല്ല, ഇതിനു വേണ്ടി അനുഗ്രഹിക്കപ്പെടാനായിട്ടൊന്നും ചെയ്യണ്ട. കർത്താവിന്റെ കൂടെ അങ്ങിരുന്ന് കൊടുത്തേ. മുൻപേ അവന്റെ രാജ്യവും നീതിയും മനുഷ്യ അതോടു കൂടെ സകലം ലഭിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഓൾറെഡി നൽകിപ്പെട്ടിരിക്കുക. അബ്രഹാമിനെ ആദമിനെ ഭൂമിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നമേ വേണ്ടിയതെല്ലാം ഒരുക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയത് സകലവും പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് നിങ്ങൾ നാളെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ആവശ്യത്തെ വലുതായി കാണണ്ട. അതിന് മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിനെ വലുതായിട്ട് കാണുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഒരു മാന്യതയുടെ വർഷമാണ്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത സ്രോതസ്സുകൾ, നിങ്ങൾ പോലും നനയ്ക്കാത്ത വഴിയിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങി വരും. അതെങ്ങനെയാണെന്നറിയോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവ മഹത്വമാണ്, നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതേ അഭിഷേകം വഹിച്ചുകൊണ്ടാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇതേ അഭിഷേകവുമായിട്ടാണ് പോകുന്നത്. ഈ വർഷക്കാലം സകല രാജാക്കന്മാർ ലോകം നമ്മുടെ നീതിയെ കാണുന്ന വർഷമാണ്. സകല രാജാക്കന്മാർ നമ്മുടെ മഹത്വം കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ. യെസ്, നമ്മുടെ ഇതുവരെ നമ്മളെ എങ്ങനെയാണോ പരിഹസിച്ച് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവര് അവര് തന്നെ മാറ്റി പറയാൻ പോവുക. നമ്മളെ പരിഹസിച്ചവർ വിളിച്ച് അവരെ നമുക്ക് വിരുന്നൊരുക്കുന്ന ഒരു വർഷമായത്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റെടുക്കാമെങ്കിൽ തള്ളിക്കളഞ്ഞോടത്ത് തന്നെ മാനിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ പരിഹസിച്ചു, എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ എവിടെ നിന്നിച്ചോ, എവിടെ തകർന്നു, അവിടെ തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു നല്ല അപ്പൻ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവസം പണ്ടിങ്ങനെ ഒരു കഥ പോലെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഒരു വഴിയില് ഒരു കല്ല് കിടക്കുക. കല്ലെന്ന് വെച്ചാൽ നോർമൽ ഒരു കല്ല്. പക്ഷെ അതുവഴി ഒത്തിരി പേര് അനേകര് നടന്ന് പോയി മഴയും വെയിലും ആയിട്ട് ആ കല്ല് കിടക്കുക. പക്ഷെ ആൾക്കാരെല്ലാം ചവിട്ടി മെതിച്ച് ആ കല്ലിന്റെ മേളിലൂടെ പോകുന്നു. പക്ഷെ ഒരു ദിവസം അതിലൂടെ ഒരു ശില്പി വന്നു. ശില്പി നോക്കിയപ്പോ ആ കല്ലിനെയല്ല കണ്ടേ, കല്ലിനകത്തെ ശില്പത്തെയാ കണ്ടേ. ആ ശില്പി ആ കല്ലെടുത്തു, പതുക്കെ അതിനെ മെനയാൻ തുടങ്ങി. അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നീക്കി കളഞ്ഞു. പക്ഷേ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. ഒരു മനോഹരമായ ശില്പമായിരുന്നു. ആ കല്ല് വരെ ഒരുപക്ഷെ ചിന്തിച്ചാണ്, ഞാൻ അവിടെ കിടന്നിരുന്നെങ്കിൽ എന്നെ ആൾക്കാർ ചവിട്ടത്തേ ഉള്ളായിരുന്നു, അല്ലെ മഴയേക്കത്തേ ഉള്ളായിരുന്നു. ഇവിടെ വന്നപ്പോ ഇദ്ദേഹം എന്നെ കുത്തി പൊളിക്കുവാണല്ലോ എന്ന് വരെ ആ കല്ല് ചിന്തിച്ചിരിക്കാം ഒരു പക്ഷെ അതിന്റെ ഫൈനൽ റിസൾട്ട് ആ കല്ലിനും ഒരു മാന്യതയായിരുന്നു. കല്ലല്ലായിരുന്നു, കല്ലിനകത്ത് ശില്പത്തിന് ഒരു മാന്യതയായിരുന്നു. ആ ശില്പം ഷോ കേസിൽ കയറ്റി വെക്കുന്നു, ശില്പം വലിയ ബിനാലയിൽ കൊണ്ടുപോയി വെക്കുന്നു. അവിടെ ഒരു മാന്യത ലഭിച്ചെങ്കിൽ ഇതുപോലെ തന്നെ 2023 നമ്മളിപ്പോ കടന്നു പോകുന്ന വിഷയങ്ങൾ നമ്മൾ അലട്ടത്തില്ല. മാന്യതയുടെ വർഷമാണെങ്കിൽ നമ്മൾ മാനിക്കപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവ മഹത്വം നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ ഇരിക്കുന്നുണ്ടാ. ദൈവ മഹത്വം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാ. നല്ല ശില്പിയായ യേശു നമ്മുടെ വിഷയങ്ങളെ അല്ല, നമ്മുടെ ആവശ്യം, നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇതുപോലെ വിഷയത്തിൽ ഇരിക്കുന്ന അനേകരുടെ വിടുതൽ നമ്മുടെ കയ്യാല നടക്കാൻ പോകുന്നത്. അനേകരെ നമ്മൾ സ്പോൺസർ ചെയ്യും, അനേകരെ പഠിപ്പിക്കും. ഇതിപ്പോ വിദ്യാഭ്യാസത്തിന് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ അനേക കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. അതിനു വേണ്ടിയത് നമ്മുടെ കരങ്ങളിൽ തരും. വലിയ ശുശ്രൂഷ, വലിയ മീറ്റിങ്ങുകൾ നമ്മൾ ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്യും. ഇതിനുള്ള സമ്പത്തും അതിനുള്ള വകകളും നമുക്ക് കർത്താവ് തരും. ഈ വർഷക്കാലം ത്രൂ ഔട്ട് വി വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മൾ ആ ദൈവ മഹത്വം കാണും. നമ്മളിലൂടെ തന്നെ ലോകത്തിന് ആ ദൈവ മഹത്വം നമ്മൾ പകരപ്പെടാൻ പോവുക. ഹല്ലേലൂയ. യേശു സ്നേഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും. അല്ലെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നെ യേശു സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും? എന്നെ യേശു അത്യധികമായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും ചിന്തിച്ചതല്ല ഇതുപോലെ യേശുവിന്റെ സാക്ഷിയായി നിൽക്കുമെന്നോ അല്ലെ ഇങ്ങനെ ഒരു വചനമായിട്ട് നിൽക്കുമെന്നോ. പക്ഷേ കർത്താവിന്റെ പദ്ധതി വേറെയായിരുന്നു. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുന്നമേ കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. കർത്താവിന്റെ പ്ലാനിനനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, യേശുവിന്റെ പ്ലാനിനനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിടെ പറയുന്നത് എന്താ? അവിടെ നെഗറ്റീവാ, സംഭവിക്കത്തില്ലെന്ന് അബ്രഹാമിന് അറിയാം. അവിടെ ഗ്രഹിച്ചു. കാരണം സാറയ്ക്ക് ഇനി ഗർഭപാത്രം നിർജീവമായി കിടക്കുമ്പോൾ അവിടെ ഇനി ഒരു പോസിബിലിറ്റി ഇല്ല, ഒരു മകൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ എന്നിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ചേർന്ന് പറയാം, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് അത് അബ്രഹാമിന് നീതിയായി കിടക്കട്ടെ. അതിന്റെ താഴത്ത് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. നെഗറ്റീവ് നിരാശയെ കയറി പിടിച്ചില്ല. വിശ്വാസത്താൽ നാൾക്ക് നാൾ ശക്തിപ്പെടാൻ തുടങ്ങി. കേട്ട നെഗറ്റീവിനെ എല്ലാം മാറ്റിയിട്ട് ഇല്ല, വാഗ്ദത്തം ചെയ്ത യേശു ശക്തനാ, വാഗ്ദത്തം ചെയ്ത യേശു നിവർത്തിക്കാൻ ശക്തനാന്ന് ആ വിശ്വാസം
ഡെയിലി അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ സംശയിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കേട്ട പ്രവചനങ്ങൾ, ഇന്ന് കണ്ടില്ലേ നാളെ കണ്ടില്ലേ, വിട്ടുകൊടുക്കരുത്. തങ്കവിനശ്വൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് കൺഫെഷൻ വിൽ ബ്രേക്ക് എവറി റോക്ക്. എല്ലാ റോക്കിനെയും കണ്ടിന്യൂസ് കൺഫെഷൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു തുള്ളി വെള്ളം വീണ ആ പാറയുടെ പുറത്തോടെ ഒലിച്ചു പോകും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വെള്ളം വീണുകൊണ്ടിരുന്ന ആ പാറ പൊടിയുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ കേട്ട പ്രവചനങ്ങൾ, നമ്മൾ കേട്ട ദൂതുകൾ, യെസ്, റിപ്പീറ്റഡ്ലി ഇന്ന് കണ്ടില്ലേ ഞാൻ പറയും, വിട്ടുകൊടുക്കത്തില്ല. കാണുന്നോടം വരെ പറയും, ഇതുവരെ ഞാൻ കണ്ടില്ലായിരിക്കാം, പക്ഷെ ഞാൻ എനിക്കത് ആ കേട്ട വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിവൃത്തിയാവുന്നോടം വരെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിർത്താതെ മുട്ടുകയാൽ അവൻ വന്ന് തുറന്നു എന്ന് പറയുന്ന പോലെ, സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് നിർത്താതെ മുട്ടുകയാൽ, ഹല്ലേലൂയ, അവൻ വാതിൽ തുറന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് നിങ്ങൾ പ്രവചനം വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് എന്റെ സാഹചര്യം, ഇന്ന് ഞാൻ പോകുന്ന സാഹചര്യമല്ല എന്റെ ഭാവി നിശ്ചയിക്കുന്നത്. അല്ലെ, ഒരു ടീച്ചറോ അല്ലെ നമ്മുടെ ബന്ധുക്കളോ പറഞ്ഞ വാക്കുകളല്ല എന്റെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. എന്നെ കുറിച്ച് എന്റെ അപ്പൻ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരായി തീരും എന്നൊരു വാഗ്ദത്തം എന്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം പറയുന്നത് ഞാൻ കയറി പിടിക്കത്തില്ല. എന്റെ ബന്ധുക്കൾ പറയുന്നത് ഞാൻ കയറി പിടിക്കത്തില്ല. കൂട്ടുകാര്, ടീച്ചേഴ്സ്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്നിടത്ത് ആര് എന്ത് പറഞ്ഞാലും അത് ഞാൻ കയറി പിടിക്കത്തില്ല. എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നമ്മുടെ ആഗ്രഹത്തിന് ഒരിക്കലും ലിമിറ്റഡ് അല്ല. എനിക്ക് ആ സാക്ഷ്യം റിയലി എന്നെ ടച്ച് ചെയ്തു. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും കാശുണ്ട്, ഇനി ആൾക്കാർ എന്നെ വിചാരിക്കും, അല്ലെ അവരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്റെ ആഗ്രഹത്തെ ഒത്തിരി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല. ഞാനൊരു ചലഞ്ചായിട്ട് ആ വാഗ്ദത്തം കേട്ട സാക്ഷ്യത്തിന് മേലെ ഞാൻ നിൽക്കുന്നത്. ആ സഹോദരന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ച യേശുവിന് ഇന്ന് എന്നെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റഡ് അല്ലേ. നമ്മുടെ ഏജ് നോക്കരുത്, നമ്മുടെ കയ്യിലുള്ളത് നോക്കരുത്, ഒന്നും നോക്കണ്ട. യേശുവിനെ മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും, ഇതിന് വചനം പറയുന്ന പോലെ യഹോവയെ തന്നെ ആശ്രയിച്ചുള്ള നിനച്ചുകൊള്ളാവും തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. യെസ്, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ ഉറപ്പിക്കുക. വിനോദത്തിന് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, കേവലം നമ്മുടെ ഇപ്പൊ ഒരു ഫോൺ ഉണ്ടാക്കി അതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഉണ്ടാക്കിയതാ. യെസ്, അതിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഇൻസ്ട്രക്ഷൻ മാനുവലിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആ എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ദൈവവചനം, ഈ ഭൂമിയെ സൃഷ്ടിച്ച അപ്പം നമ്മളോട് എഴുതി വെച്ചിരിക്കുക ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുമെന്ന് എഴുതി വെച്ചിരിക്കും ഇതിനകത്ത്. ക്രിയേറ്ററാ നമ്മളോട് പറയുന്നത്. എങ്കിൽ എത്രയധികമായി നമ്മൾ മാനിക്കും, എത്രയധികമായി പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ഉയർത്തി മാനിക്കാൻ അപ്പൻ ആഗ്രഹിക്കുക. ഇന്ന് യേശുവിന് വേണ്ടി ഒന്ന് നിൽക്കാൻ റെഡിയാണോ? യെസ്, ഈ ഭൂമിയിലുള്ള ഒന്നുമല്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വലിയ വിളിയാ. ഹല്ലേലൂയ. തങ്കബ്രദറിന്റെ ആ ദർശനം ഞാൻ ഓർക്കുമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ എഴുതുക, നമ്മൾ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ എങ്ങും എഴുതാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത രീതിയിലുള്ള അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, അതോടെ നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 4:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4:13 അവിടെ എഴുതിയിരിക്കുക, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവിടെ അവർ പഠിപ്പില്ലാത്തവരാ, പക്ഷെ എങ്ങനെ ഇവർ ഇതുപോലെ സംസാരിക്കുന്നു എന്ന് കണ്ട് ദേശം ആശ്ചര്യപ്പെട്ടു. അതിന്റെ അടുത്ത വാക്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞെ. അതിൽ എഴുതിയിരിക്കുക, അവിടെ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവനോട് കൂടെ നിൽക്കുന്നത് കണ്ട് അവർക്ക് എതിർ പറയാൻ വകയില്ലായിരുന്നു. ഹല്ലേലൂയ. സൗഖ്യമായ വ്യക്തിനെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് പറയുക, ഈ യേശു ജീവിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ സൗഖ്യമായവൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒപ്പോസ് ചെയ്തവർക്ക് എതിർ പറയാൻ വകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇതുപോലെ രീതിയിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ കയ്യാൽ നടക്കാൻ പോവാ. നമ്മളെ ഇന്ന് പരിഹസിക്കുന്നവർ കാണുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒത്തിരി പേര് നമ്മളെ നിന്ദിച്ചു കാണും. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഉയർത്തുന്നത് കണ്ട് അവരും പറയാൻ പോവാ, ഈ യേശു ജീവനുള്ള ദൈവമാണ്. നമ്മുടെ കയ്യാൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് ഈ ലോകം പറയും, ഈ യേശു ജീവനുള്ള ദൈവമാണ്. ഈ യേശു ഇന്നും ജീവിക്കുന്നത് ഈ ലോകക്കാർ സാക്ഷികരിക്കാൻ പോവാം. അവരും വിശ്വസിക്കാൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷത്തെ, ഈ സമാധാനത്തെ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് നമ്മൾ കടന്നു ഈ സന്തോഷത്തിലൂടെ അവരും അനുഭവിക്കാൻ പോവാം. നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന ഒരു കൂട്ടം ജനമാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നവരൊക്കെ ഈ യേശുവിനെ അറിയാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുക പോലും വേണ്ട, നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാന്നിധ്യം, ആ സാന്നിധ്യം തന്നെ അനേകരെ യേശുവിലേക്ക് നയിക്കാൻ പോവാം. ഇതിന്റെ താഴത്ത് തന്നെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. നിഷേധിപ്പാൻ കഴിയാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ.
ഒരു 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 സാഹചര്യം വെച്ച് ഇന്നത് കൊണ്ടല്ലേ സംഭവിച്ചെന്ന് പറയാൻ കഴിയത്തില്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ, അതുപോലത്തെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മൈറ്റി മിറക്കിൾസ് ഇന്ന് എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരെയും കയ്യാൽ എന്റെ യേശു ചെയ്യാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ന്യൂസ് ചാനലുകൾ അത് കവർ ചെയ്യാൻ വരാൻ പോവുക. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ നടന്നു പോയ പോലെയല്ല, ഇതുവരെ നമ്മൾ കണ്ടതുപോലെയല്ല, ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അത്ഭുതങ്ങൾ. യെസ്, പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. നമ്മൾ ഓരോരുത്തരെയും കയ്യാൽ അത് ചെയ്തെടുക്കാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 29 രചിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത പുതിയ മിറക്കിൾസ്. യെസ്, എങ്ങനെ സംഭവിച്ചു, ഇത് കർത്താവിനാൽ സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിൽ, എതിർ പറയാൻ വകയില്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ. ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യത്തോട് ഓർമ്മിക്കുക, ഈ വർഷക്കാലം നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള വഴിയും വാതിലും നിങ്ങൾക്ക് തുറന്നു വരാൻ പോവാം. അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റിനെ ഓർമ്മിക്കുക, നമ്മൾ കഴിഞ്ഞ വർഷം വിതച്ച പോലെ ഈ വർഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാമെങ്കിൽ യേശു നിങ്ങളുടെ എമൗണ്ടിനെ അല്ല നോക്കുന്നത്, നിങ്ങളുടെ മനോഭാവത്തെയാണ് നോക്കുന്നത്. എന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്നെ സ്വാതി ചേച്ചി എന്നോട് എപ്പോഴും പറയും, നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചുറ്റുമുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്, RD ഉണ്ട്, കുറെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ സർട്ടൻ കൈൻഡ് ഓഫ് ലോസ് ഉണ്ട്, എപ്പോഴും ലോസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ യേശുവിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്, ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇങ്ങനെയാണല്ലോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ബൈബിളിൽ ഒരു കാര്യം കണ്ട്, ഇത് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് നോട്ട് ഫോർ എ ഫ്യൂ ഡേയ്സ് അല്ലെ ഫ്യൂ ഇയേഴ്സ്, കേവലം ഒരു 5-6 വർഷം അല്ലെ ഒരു ദിവസങ്ങളല്ല. ഈ ബൈബിളിൽ വായിക്കുന്ന ഈ ബ്ലെസ്സിംഗ് എങ്ങനെ അറിയോ? തലമുറകളുടെ ബ്ലെസ്സിംഗ്, ബ്ലെസ്സിംഗ് ആഫ്റ്റർ ജനറേഷൻ ആൻഡ് ആഫ്റ്റർ ജനറേഷൻ. ഇതിനകത്ത് എഴുതിയിരിക്കുക, അവന്റെ മേലുള്ള, നിങ്ങളുടെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നിരിക്കുന്ന എന്റെ വചനങ്ങളും നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേലും. There itself 4 generation. ഹല്ലേലൂയ. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി നിലനിൽക്കുന്ന പോലെ നിന്റെ പേരും നിന്റെ സന്തതിയുടെ പേരും നിലനിൽക്കുന്നു. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫോർ ജനറേഷൻ ആൻഡ് ആഫ്റ്റർ ജനറേഷൻ. ഹല്ലേലൂയ. തലമുറകളുടെ ബ്ലെസ്സിംഗ്. ഈ വർഷം ഒരു തീരുമാനം എടുക്കും. ഞാൻ എന്നിട്ട് അത് സ്വായിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ പോലെ, സ്വാഭാവികമായിട്ട് നമ്മൾ സാലറി ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ടൈത്ത് മാറ്റി വെക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ നമ്മള് ടൈത്ത് കർത്താവിന് കൊടുക്കാലോ എന്ന് പിന്നെ ആലോചിക്കും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം എനിക്ക് വന്ന സാലറി വരുമ്പോൾ ഞാൻ ആദ്യം ടൈത്ത് മാറ്റി വെക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എല്ലാം പരിശുദ്ധാത്മ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഫിനാൻഷ്യൽ കാര്യത്തിൽ എല്ലാം പരിശുദ്ധാത്മ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കൊടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ റെഡിയാണോ? യെസ്, നിങ്ങൾ നമ്മ മീറ്റിംഗിന് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ ഓരോരുത്തരും, ഞാൻ പറയാം, ഇതിലിരിക്കുന്ന ഓരോരുത്തരും ഒരു മീറ്റിംഗ് തന്നെ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ കർത്താവ് നിങ്ങൾ ഉയർത്താൻ പോവാ. വലിയ മീറ്റിങ്ങുകൾ ക്രോസ് ഞാൻ ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്യാൻ ബ്രദറെ എന്ന് പറയുന്ന രീതിയിൽ, അങ്ങനെ പറയണമെങ്കിൽ അതുപോലെ നിങ്ങൾ ഉയർത്തുന്ന ഒരു കർത്താവ്, അതുപോലെ മാനിക്കുന്ന ഒരു കർത്താവ്, അതുപോലെ നിങ്ങൾ ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ തീരുമാനം എടുത്തിരിക്കുക, കഴിഞ്ഞ വർഷകാലം ഇത് കർത്താവിന് വിതയ്ക്കാൻ കിട്ടുന്ന ഒരവസരം ഞാൻ പാഴാക്കത്തില്ല. ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കും, കൊടുത്ത് അനുഗ്രഹിക്കപ്പെടും. ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളിപ്പം നിങ്ങളൊന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ നോക്കിക്കോണം, നിങ്ങളുടെ അവസ്ഥ മാറുന്ന ഇരുന്നെഴുന്നേറ്റ പോലെ. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബെൻ ബ്രദർ പറഞ്ഞ പോലെ വെട്ടിയിരിക്കുന്ന അല്ലെ വെട്ടി കളഞ്ഞെടുത്തുനിന്ന് തളർത്ത് കിളുക്കൂന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കുക, ഇത് പ്രവചനമായിട്ട് ഏറ്റെടുത്തോ. നിങ്ങളുടെ തലമുറകളും അതിന്റെ തലമുറയും മാനിക്കും. നിങ്ങൾ പോലും അതിശയിക്കും, എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അതിശയിക്കുന്ന രീതിയിൽ കർത്താവ് മാനിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ വിതയ്ക്കാൻ റെഡി ആയിക്കോ. കർത്താവിനെ അത് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഈ ദിവസങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയത്, ഏറ്റവും ബെസ്റ്റ്, എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയത്, സ്വന്തം രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയ യേശുവിന് ഏറ്റവും ബെസ്റ്റ് ആയത് ഞാൻ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ആശയ്ക്ക് വിരോധമായി അബ്രഹാം വിശ്വസിച്ചത് പോലെ, ആശയ്ക്ക് വിരോധമായി അബ്രഹാം വിശ്വസിച്ച പോലെ കേട്ട നിരാശയുടെ വാക്കുകൾ പിടിച്ചില്ല. ഇന്ന് ഇതുപോലെ സാഹചര്യങ്ങൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിരാശയുടെ വാക്കുകൾ കേട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് നിരാശയുടെ വാക്കുകൾ കേട്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ നിരാശയുടെ വാക്കുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം വലിയതാ. ഈ ഭൂമിയിലുള്ള വാഗ്ദത്തമല്ല, ഉയരത്തിൽ നിന്നുള്ള നിങ്ങളുടെ മേൽ. ഇറ്റ്സ് എ വിഷൻ ഫ്രം അബോവ്. നമ്മൾ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ പോലും ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കർത്താവ് ചെയ്തെടുക്കാനായിരിക്കാം. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ തള്ളപ്പെട്ടോ അവിടെ തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു അപ്പൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവിടെ തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിൽ ഉന്നതനാകും. ഞാൻ ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരായിത്തീരും. വാഗ്ദത്തങ്ങൾ നമ്മൾ പറയുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ, കണ്ടിന്യൂസ് കൺഫെഷൻ വിൽ ബ്രേക്ക് എവരി റോക്ക്. ഹല്ലേലൂയ. എല്ലാ നിരാശയുടെ വാക്കും, ഇതുവരെ പറഞ്ഞ എല്ലാ നിരാശയുടെ വാക്കും മാറിപ്പോട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ നിരാശയുടെ വാക്കും മാറിപ്പോട്ടെ. യെസ്, ഈ ഒരു വർഷക്കാലം ജാതികൾ, ലോകം നിങ്ങളുടെ നീതിയെയും സകല രാജാക്കന്മാർ മഹത്വത്തെയും കാണും. ഹല്ലേലൂയ. ഇയർ ഓഫ് റേഡിയേറ്റിംഗ് റൈച്ചസ്നെസ് ആൻഡ് റിസ്റ്റോറേഷൻ. പുനഃസ്ഥാപനത്തിന്റെ വർഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ഈ വർഷക്കാലം, ഈ ദിവസങ്ങളിൽ തന്നെ സാക്ഷ്യങ്ങൾ വരാൻ പോവാ. ഇറ്റ്സ് നോട്ട് എ ബ്ലെസ്സിംഗ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫോർ ജനറേഷൻ. തലമുറകളുടെ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ.
തലമുറകളുടെ ബ്ലെസ്സിങ് നമ്മൾ കാണും. ആ യേശു അതുപോലെ തന്നെ ശുശ്രൂഷയിൽ നമ്മൾ ഒരു ഫൈനൽ ലാപ്പിൽ കടന്നിരിക്കും. കഴിഞ്ഞ ദിവസം ബൈബിൾ സ്കൂളിൽ ആ ദേവദാസൻ പറഞ്ഞ പോലെ തന്നെ അതിനുവേണ്ടി തങ്കുബ്രഹ്മനെ തോമസ് തെരഞ്ഞെടുത്തതിന് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഫൈനൽ വേവ് ഇവിടുന്നാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തിന് മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാസന കീഴിലാക്കിയിരുന്നു. കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഈ ഒരു 800 കോടി എല്ലാവരും അറിയണം. ഈ 800 കോടി അതിനേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. സ്തോത്രം. സോ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമാവട്ടെ. പുതിയ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. ബ്ലെസ് യു ഓൾ. ആമേൻ ആമേൻ ഹല്ലേലൂയ. വളരെ 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 അനുഗ്രഹമായിരുന്നു. സ്തോത്രം. വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. സ്തോത്രം. പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നി തോമസിന്റെ സാക്ഷ്യം എല്ലാവരെയും വളരെ ആഴത്തിൽ അത് സ്പർശിച്ചു. കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ സ്തോത്രം അത് താൻ കേട്ട ദൈവത്തിൽ ആശ്രയിച്ച് അത് ഏറ്റെടുത്തു. അത് തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. പലപ്പോഴും എല്ലാവരും ആശിക്കാറുണ്ട്, പക്ഷെ ആശ കൊണ്ട് അവസാനിക്കുക പലപ്പോഴും. പക്ഷെ ആ ആശയെ റിയാലിറ്റി ആക്കി മാറ്റുന്ന ഘടകമാണ് സ്തോത്രം കണ്ടിന്യൂറ്റി, സ്ഥിരമായിട്ട് പ്രോത്സാഹം. സ്തോത്രം. പലരും കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും. ആശിച്ചു നടക്കുവാണെന്നല്ലായിരുന്നു, അല്ല, അതിനെ പിന്തുടർന്ന് ചേസ് ചെയ്ത് അതിനെ സ്റ്റെബോണായി ഷാഠ്യത്തോടെ അതിനെ പിടിച്ചെടുത്തു. സ്തോത്രം. അത് ശരിക്കും എനിക്ക് വളരെ കാഴ്ചപ്പാട് മാറ്റുന്ന സാക്ഷ്യം. നിശ്ചയമായിട്ടും അത് ഈ ദിവസങ്ങൾ തന്നെ അതിന്റെ സാക്ഷ്യം. എന്ന് കേട്ട പോലെ എല്ലാ പ്രിയപ്പെട്ടവരും പറയാൻ വിട്ടുകൊടുക്കരുത്. മടുത്തു പോയത്. ഇന്നലെ നിങ്ങൾ യൂട്യൂബിൽ ഇന്നലെ കോട്ടയത്ത് ശുശ്രൂഷ മെസ്സേജ് കേൾക്കണം. അതിൻ്റെ വളരെ അനുഗ്രഹം. ചോദിക്കുന്നതിലും നിരക്കുന്നില്ല. അബ്രഹാമിന്റെ നിലവ് കർത്താവ് മാറ്റി, ചോദ്യം മാറ്റി, സ്തോത്രം, സംസാരം മാറ്റി. സോ അതുകൊണ്ട് നമ്മുടെ കൺഫെഷൻ വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം എന്ന് ഓർപ്പിക്കുന്നു. സോ എന്ന് പറയുന്നത് ഈശ്വറും വർഷിപ്പ് ചെയ്തപ്പോ നമ്മുടെ പാട്ടുകളുടെ എല്ലാം പ്രത്യേകത ഒന്ന് കർത്താവുമായിട്ടുള്ള ഇന്റിമസി, യേശുമായിട്ടുള്ള പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിബന്ധം. രണ്ട്, അത് അത്ഭുതങ്ങൾ, അനുഗ്രഹത്തിന്റെ ഒരു നെഗറ്റീവ് സംഭവം ഇതില്ല. നിരാശയില്ല, നെഗറ്റീവ് ഇല്ല. സ്വത്രം. ആത്മീയത എന്ന് തോന്നിക്കുന്ന മായത്താഴ്മകളും. പക്ഷെ അതിന്റെ ഒരു തന്ത്രമാണ് ഈ ആത്മീയതയെന്ന് തോന്നിക്കുന്ന മായത്താഴ്മയിലൂടെ നെഗറ്റീവ് പറയിക്കുക. നമുക്ക് തോന്നുന്നു അയ്യോ ഇത് പറയുമ്പോഴാണ് ഞാൻ ഒത്തിരി ഒന്നുമല്ല, സ്വത്രം, ഞാനങ്ങ് ആത്മീയനാവണം. പക്ഷെ അതിലൂടെ നെഗറ്റീവ് പറയും. അല്ലെങ്കിൽ അങ്ങനെയില്ല. നമുക്ക് സ്തോത്രം, ജയോത്സവത്തിന്റെ വിശാലതയുടെ വാക്കുകളേ ഉള്ളൂ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇഷ്ടിക്കുകയും ചെയ്യുന്നവൻ ദോഷം പറയാതെ നാവിനെ, വ്യാജം പറയാതെ വ്യാജത്തെ. അപ്പം ജീവന് ശുഭകാലം വേണോ? സ്തോത്രം. നന്മ പറയണം, അനുഗ്രഹം പറയണം, വിശാലത പറയണം. എന്തുമാത്രം പറയാമോ അതിനപ്പുറം കർത്താവ് ചെയ്യും. ആമേൻ. ഇന്നലെ പറഞ്ഞു തരുന്നത് ദൈവത്തിന് കഴിവുണ്ട്. പക്ഷെ നാം ചോദിക്കുന്നതിൽ നിരക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യാം. നമ്മുടെ ഒരു സഹായം ദൈവത്തിന് വേണം. നാം ചോദിക്കണം, നാം നനയ്ക്കണം. ദൈവത്തിന് കഴിവുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ ചോദ്യവും നിലവും ദൈവം ഉപയോഗിക്കുകയാണ്. അനുഗ്രഹമായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ രാവിലെ ഫ്രീ ഉള്ളൂ. കർത്താവ് ഇന്നലെ എങ്ങനെയാണ് എന്നാ പിള്ളേ അടിച്ചു വിളിച്ചോ? അനുഗ്രഹിക്കട്ടെ. സ്വാഗതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന ആവശ്യങ്ങളുള്ളവർക്ക് സ്തോത്രം ഇപ്പം പറയാം. ബ്രദറെ, ഞാൻ മഹാരാഷ്ട്രയിൽ മേഴ്സിയ സിസ്റ്റർ. മോക്കിന്ന് എക്സാമാ. UK പോയ മോളിൽ ഏഞ്ചല് എക്സാമാ. അവിടുത്തെ UK ടൈം 12:30 തൊട്ട് 3:30 വരെ. പ്രാർത്ഥന ഓർക്കണം. വേണ്ടി പ്രാർത്ഥിക്കാം. വേറെ ആവശ്യങ്ങളുണ്ട്? ബ്രദറെ, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. 10 വർഷം കഴിഞ്ഞപ്പോ കർത്താവ് വന്ന മോളാണ്. ആ മോളുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അലിയ. അലിയയുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഓക്കെ. പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്? ആദ്യത്തെ പ്രാർത്ഥന.
ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന എക്സാം ആയിരിക്കുന്ന മോളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥന കർത്താവെ. ഇന്ന് കേട്ടതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉയർത്തി മാനിക്കുന്നതിന് നന്ദി കർത്താവെ. ഇന്ന് കേട്ടതുപോലെ തന്നെ കർത്താവെ ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരുമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. മകളായിരിക്കുന്ന സ്ഥലത്ത് എക്സാം എഴുതാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങേക്കുമായ എക്സാം ഹാളിൽ കൂടെ ചെന്നിരുന്ന് എഴുതി അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ. നമ്മളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആവട്ടെ കർത്താവെ. ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ശക്തനായ ദൈവമാണുള്ള കൂടെയുള്ള നമ്മളെ ചേർന്ന് അനുഗ്രഹിക്കുന്ന. പക്ഷെ അതുപോലെ തന്നെ കർത്തരായിരിക്കുന്ന നമ്മളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തിന് ഒരു അനുഗ്രഹമാകട്ടെ കർത്താവ്. സഭയ്ക്ക് ഒരു അനുഗ്രഹമാകട്ടെ കർത്താവെ. മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ കർത്താവെ. അത് ക്രിസ്തുവിന് ഒരു അനുഗ്രഹമാകട്ടെ, യേശുവിന് ഒരു അനുഗ്രഹമാകട്ടെ. പക്ഷെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, മകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. വിദ്യാഭ്യാസം ഉയർത്തി മാനിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. ഈ ദിവസം കേട്ടതുപോലെ തന്നെ മാന്യതയുടെ വർഷമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. കുടുംബമായി അനുഗ്രഹിക്കുന്ന പക്ഷെ അത്ഭുതമാക്കി തീർക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം. അത്ഭുതം ചെയ്യാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് സ്തോത്രം പ്രിയാദിത്യനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. എൽബറെ ആദിത്യ മോനെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടിപൊളിയായിരുന്നു, തകർത്തു. കർത്താവ് ഇനിയും മാനിക്കട്ടെ. മോൻ പറഞ്ഞ പോലെ തന്നെ അബ്രഹാമിന്റെ വിശ്വാസം, ദൈവപുത്രനെ യേശുവിനെ ഭൂമിയിൽ അവതരിപ്പിച്ചെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും, ആർക്കും എതിർ പറയാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ചെയ്യാനാണ് മോനിലൂടെ കേൾപ്പിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് മോനെ അനുഗ്രഹിക്കട്ടെ. മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും ലോക രാജ്യങ്ങളിൽ മക്കളെ ഉപയോഗിക്കട്ടെ. രണ്ടുപേരെയും കുടുംബമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അതിനു വേണ്ടി മോന് വേണ്ടി ഞങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ പ്രായത്തിൽ തന്നെ അവന് കൊടുത്ത വെളിപ്പാടുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ അതേ ദർശനത്തിൽ സൂക്ഷിപ്പാൻ പ്രിയ മകനെ നീ കർത്താവെ അനുഗ്രഹിച്ചല്ലോ. ആ വെളിപ്പാട് കൊടുത്ത് അനുഗ്രഹിച്ച് കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ലോക രാജ്യങ്ങളിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഇടയാക്കുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവന്റെ ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ചെയ്യുന്ന ജോലികളിലെല്ലാം പരിശുദ്ധാത്മാവെ അവൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗ്രഹിച്ച അവൻ ഏറ്റവും ഉന്നതനായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ കർത്താവെ സഭയ്ക്കും സമൂഹത്തിനും രാജ്യങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ലോകരാജ്യങ്ങൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം അപ്പോസ്തലന്മാരും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, സ്തോത്രം. ഒരിക്കൽ എനിക്കൊന്ന് തങ്കുറാറ് പറഞ്ഞു, ഏറ്റവും അധികം ആശകള്, സ്വപ്നങ്ങള്, സ്തോത്രം കൂടിക്കിടക്കുന്ന എവിടെയാന്ന് പറയും. നിങ്ങളായിരുന്നു തങ്കുറാറ് അവസരം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഈ ആശകളും സ്വപ്നങ്ങളോട് ഇങ്ങനെ കൂടി കിടക്കുക, ബൾക്കായിട്ട് കിടക്കുന്ന സ്വതന്ത്രം. അമ്മേ എവിടെ ആരെങ്കിലും കേട്ടോ? കറക്റ്റ് ആണ്. ജിഷ്ണു എനിക്ക് അയച്ചു. സെമിത്തേരില്ല, ശവക്കോട്ടല്ല. ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ കിടക്കുക. പലരും ആശിച്ചു സ്വത്രം, എന്നാൽ അതൊരു ആശയായിട്ട് ഒതുങ്ങി അവസാനിച്ചു അവരോടുകൂടെ. പക്ഷെ ഞാൻ വീണ്ടും പറയാം, എങ്ങനെയാണ് ആശയം റിയാലിറ്റി ആക്കുക? അതിന്റെ മധ്യത്തിലുള്ള ഘടകമാണ് സ്ഥിരോത്സാഹം. സ്തോത്രം. ഒരു അധ്യാപകനും ഒന്നാം സ്ഥാനം കിട്ടുന്ന അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു ഹാർഡ് വർക്ക്, സ്ഥിരോത്സാഹം, കണ്ടിന്യൂറ്റി, കണ്ടിന്യൂവൽ കൺഫെഷൻ, കണ്ടിന്യൂറ്റി. അതിൽ തന്നെ തുടരണം. പലരും ഈ എന്താ പറയാ ആരംഭശൂരത്വം എന്നൊക്കെ പറഞ്ഞ പോലെ സ്തോത്രം, നമ്മളൊരു വാഗ്ദത്തം കേൾക്കുമ്പോ അടിപൊളിയായിട്ട് ഏറ്റെടുക്കും. പക്ഷെ അത് ആ പാറപ്പുറത്ത് വീണിട്ട് പെട്ടെന്ന് ഒരു വളർച്ചയുണ്ട്. അത് കഴിഞ്ഞ് വേരില്ലാത്തതുകൊണ്ട് അത് തുടങ്ങി. വേര് വേണമെങ്കിൽ കണ്ടിന്യൂറ്റി വേണം. സോ അതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം, അതിൽ തന്നെ തുടരണം. കണ്ടിന്യൂ ഇൻ മൈ വേർഡ്, കണ്ടിന്യൂ ഇൻ ദാറ്റ് പ്രോമിസ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഈ വാഗ്ദത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കണം. അതുകൊണ്ട് ദർശനം എഴുതി വെക്കണം എന്ന് പറയുന്നത് സ്തോത്രം. അത് ഇങ്ങനെ രാവും പകലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിൽ എന്റെ വായിന്ന് മാറിപ്പോഴും യേശുവിന്റെ ദൈവം പറയാം, നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് മാറരുത്, നീ വായിന്ന് അത് മാറിപ്പോകരുത്. സോ കണ്ടിന്യൂവൽ കൺഫെഷൻ, കണ്ടിന്യൂവൽ കൺഫെഷൻ അറിയണം, നടക്കും. നീ അതിന് വിരോധമായിട്ടുള്ള പല സാഹചര്യങ്ങളൊക്കെ
പിശാച് കൊണ്ട് കാണിച്ചു തരും. അവിടെ അന്ന് നമ്മുടെ മീറ്റിങ്ങിനെ കാണിച്ച പോലെ സ്വത്രം നിരാശയെ നമ്മളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിരാശ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയും എന്തിനായി ആവശ്യമില്ലാത്ത പണിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒതുക്കി സാഹചര്യം കാണിച്ച് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് മുന്നോട്ട് പോയി എന്താശിക്കുന്നു അതിനെ പിടിക്കണം. സ്വത്രം ആശയ്ക്ക് വിരോധമായ ആശയോടെ അതിനെ പിടിക്കണം. ആമേൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The plane starts to move. ചലിക്കുവാൻ ആരംഭിച്ചു. You will think നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും that plane is going to take off. പ്ലെയിൻ പൊങ്ങുവാൻ പോകുകയാണ്. Oh, the plane is going to take off. പ്ലെയിൻ പൊങ്ങുവാൻ പോകുകയാണ്. No, not yet. ഇല്ല സമയമായില്ല. Not yet. സമയമായിട്ടില്ല. Then it will take a U-turn. അത് അറ്റത്ത് ചെന്നിട്ട് ഒരു U-turn തിരിഞ്ഞു വരും. It will look into the runway. ആ റൺവേയിലേക്ക് ഒന്ന് നോക്കും. And then the engines will start. അതിനുശേഷം എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യും. The engines will start. The plane is ready. And as it goes, even though it is heavier, it breaks the power of gravity. It breaks the power of gravity and starts floating in the air. The Bible says you have delivered from the law of sin and death. And now are in the law of spirit and life. Hallelujah. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന്, വ്യവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ എന്തിരിക്കുക വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം പറയുന്ന ഉദാഹരണം ഒത്തിരി പ്രാവശ്യം ബ്രദർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ അകത്ത് കിട്ടിയത് നമ്മുടെ പറഞ്ഞ ഒരു ഇതായിരുന്നു. നമ്മൾ ആരും രാവിലെ എഴുന്നേറ്റപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണമെന്ന് പ്രാർത്ഥിച്ചില്ല. അതൊരു വ്യവസ്ഥയാണ്. ഈ ഭൂമിയുടെ വ്യവസ്ഥയാ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന എല്ലാത്തിനും അത് ബാധകം. അതിന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ദൈവരാജ്യത്തിലെ വ്യവസ്ഥയാണ് പാപത്തിനെയും മരണത്തിനെയും പ്രമാണത്തെ ഞാൻ പൊട്ടിച്ചിരിക്കുക. എന്റെ മേൽ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. ഒരു ലോ എന്റെ മേൽ ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിൽ ഒരു ലോ എന്റെ മേൽ ആപ്ലിക്കബിൾ ആണ്. അല്ലെ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കണോ എന്റെ മേൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം? വേണ്ട. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഇനി പാപത്തിന്റെയോ മരണത്തിനോ ലോ ഇല്ല. അതിനെ മുകളിൽ പുള്ളി പോയി ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ലോയേ ഉള്ളൂ. 2, സ്തോത്ര, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർക്ക് യോഹന്നാൻ വരെ വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ത് ചെയ്തു? അതിനെ മുകളിൽ പോയി കഴിഞ്ഞു. അതിനുവേണ്ടി അയാൾ ഒന്നും ചെയ്യണ്ട. വീണ്ടും ജനിച്ചപ്പോ തന്നെ ഞാൻ അതിന് മുകളിലായി. ഞാൻ വേറൊരു വ്യവസ്ഥയിലായി. വിളിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ല. ഞാൻ ദൈവരാജ്യത്തിൽ കടന്നപ്പോൾ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയാണ് ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ നിയമം. എന്റെ മേൽ ഒരു ലോ എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി പാപത്തിനോ മരണത്തിനോ എന്റെ മേൽ ഒരു കർത്തൃത്വം ഇല്ല. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉപവസിക്കുന്നുണ്ടോ അല്ല, ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത് കൊണ്ട്. ആമേൻ. സോ അതുകൊണ്ട് ഇനി പരാജയമില്ല, ഇനി നിരാശയില്ല. ഇതൊന്നും ഞാൻ പറയാം. ഈ ഭയം എന്ന വികാരം സിംഹത്തിനില്ല. സിംഹത്തിന് അറിയത്തില്ല ഭയം എന്ന വികാരം എന്താ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ കുട്ടികളാണ്. നമ്മൾ വീണ്ടും ജനിച്ചപ്പം അങ്ങനെ ഒരു സിംഹത്തെ നിങ്ങൾക്കൊന്ന് പേടിപ്പിക്കാവോ? പറ്റത്തില്ല. അവനെ വികാരം അറിയത്തില്ല. ഇതുപോലെ വീണ്ടും ജനിച്ച ഒരു ദൈവവേദലിന് ഭയം എന്നുള്ള വികാരം ഇല്ല. കാരണം ദൈവത്തിന് ഭയമില്ല. ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവനും ഭയമില്ല. സ്വതന്ത്രം. അമേൻ. സോ അതിനെല്ലാം ദൂരോട്ടുകൾ അത്. അപ്പം ഇതെന്നാ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു പറയാം. പാപത്തെ പരിപൂർണമായിട്ടും എന്ത് ചെയ്തു? ദൈവം എടുത്തു മാറ്റി. യേശുവിൽ നമ്മളെ വിടുവിച്ചു. പക്ഷെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു, എന്നിട്ട് ബ്രദർ എന്തുകൊണ്ട് എനിക്ക് ഈ ചിന്തകൾ വരുന്നത്, എനിക്ക് വീണ്ടും ഇത് വരുന്നെന്ന് ചോദിച്ചാൽ അത് വേരില്ലാത്ത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ രാധാകൃഷ്ണൻ നമ്മുടെ വൈക്കം രാധാകൃഷ്ണൻ കാർവാഷ് സെന്റർ ഉണ്ട്. സോറി, മിനി ടൗൺഷിപ്പ് ഉണ്ട്. ഞാൻ അങ്ങനെ പറയാം, മിനി ടൗൺഷിപ്പ് ഉണ്ട്.
ന്യൂ ബോൺ മിനി ടൗൺഷിപ്പ്. സുധാസോരി ഒന്ന് ചിരിച്ചത് കേട്ട് ചിരിക്കുന്നില്ല. ആ സ്വതന്ത്രം മിനി ടൗൺഷിപ്പ്. അപ്പം ഞാൻ പറയാം, അതിന്റെ അകത്ത് ഒരു കാർ വാഷ് സെന്റർ ഉണ്ട്. അപ്പം ഈ ഒരു കാറിന് സെറാമിക് കോട്ടിങ് അടിച്ചാൽ, ഒരു കാറിന് സെറാമിക് കോട്ടിങ് അടിച്ചാൽ പിന്നെന്താണെന്നറിയാമോ, അതിന്റെ പുറത്ത് പൊടി പിടിച്ചാലും ആ പൊടിക്ക് അതിനെ എന്നാ പറയാ, സ്ക്രാച്ച് വീഴിക്കാൻ ഒക്കത്തില്ല. കാരണം ഇതിന്റെ പുറത്ത് ഒരു കോട്ടിങ് ഉള്ളതുകൊണ്ട് ചുമ്മാ ഒന്ന് ഊതിയാൽ മതി, ആ പൊടി പോകും. കാരണം ഈ കാറിന് മേൽ സെറാമിക് കോട്ടിങ് വന്നു. സെറാമിക് എന്ന് പറയാൻ, സെറാമിക് കോട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വന്ന പൊടിക്ക് അതിനെ സ്ക്രാച്ച് വീഴിക്കാൻ ഒക്കത്തില്ല. ചുമ്മാ ഒന്ന് ഊതിയാൽ പോലും ആ പൊടി പോകും. ഇതുപോലെ തന്നെ അതേസമയം അല്ലാത്ത വണ്ടിയിലൊക്കെ സെറാമിക് കോട്ടിങ് ഇല്ലെങ്കിൽ ഈ സ്ക്രാച്ച് വീഴും. ആ സ്ക്രാച്ച് അവിടെ തന്നെ കിടക്കും. ഒരു വണ്ടി ഇവിടെ ഇരുന്നുണ്ടോ. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു പുതിയ സൃഷ്ടിയുടെ മേൽ കർത്താവിന്റെ കോട്ടിങ് വന്നിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ കോട്ടിങ് വന്നുകൊണ്ട് നീ പാപം മൂളി വന്നു വീണാലും അതിന് വേര് പിടിക്കാനൊക്കത്തില്ല, സ്ക്രാച്ച് വീഴിക്കാനൊക്കത്തില്ല, ചുമ്മാ ഊതിയാലും. അതുകൊണ്ടായി ചിന്തകളൊക്കെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്റെ മേൽ പാപത്തിനോ മരണത്തിനോ കർത്തൃത്വമില്ല. മരണത്തിനെന്ന് പറയുമ്പോൾ ഓർത്തോണം, ഈ ശാരീരിക മരണത്തെ കുറിച്ചല്ല, ശാരീരിക മരണത്തെ കുറിച്ച് മാത്രമല്ല, ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ മരണമാണ്, രോഗം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ മരണമാണ്. പിന്നീട് അങ്ങനെ പലതുണ്ട്. ശാപം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ മരണം. ഇനി ഒരു തരത്തിലുള്ള മരണം ഇല്ല. ഇനി ദാരിദ്ര്യത്തിനോ ശാപത്തിനോ രോഗത്തിനോ ഒന്നും എന്റെ മേൽ കർത്തൃത്വമില്ല. ചുമ്മാ ഒരു പൊടി പോലെ വന്നിരിക്കാൻ നോക്കുന്നതാ, ചുമ്മാ ഊതിയാ മതി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഊതുന്നത്. പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യമില്ല. ഹല്ലേലൂയ. ഓക്കെ. രണ്ടാമത് തോമാച്ചൻ പറഞ്ഞ ഒരു കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന് തോമസ് പറഞ്ഞ, നമ്മളെല്ലാം ജെറ്റ് പ്ലെയിന് വേണ്ടിയല്ലേ, ജെറ്റ് പ്ലെയിൻ വരാൻ പോവാൻ നമ്മൾ പറയും, ജെറ്റ് പ്ലെയിൻ. അപ്പം തോമസ് ഈ ജെറ്റ് പ്ലെയിനെ പോണെങ്കിൽ എന്നാ പറയുന്നത്, ഓട്ടോ പിടിച്ച് ചെല്ലാൻ പറ്റും. കാരണം ഇത് എയർപോർട്ടിലെ പാർക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോയിൽ ചെന്ന് പോകാൻ പറ്റും. ജെറ്റ് പ്ലെയിനിന്റെ ഓണറിന് ഓട്ടോയിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഞാൻ ഈ ജെറ്റ് പ്ലെയിനിന്റെ ഓണറാണെന്ന് പറയാൻ പറ്റില്ല. കുറഞ്ഞ ഒരു റോൾസ് റോയ്സയിലും വേണ്ടേ, അല്ലെ പോഷോ അതിന്റെ. അപ്പൊ അത് വേണം. രണ്ടാമത് ഒരു കുഞ്ഞു കുടിലിൽ നിന്ന് പോകാനൊക്കത്തില്ല. സച്ചിൻ വേറ സ്വത്ര കുടിലിൽ നിന്ന് പോകാനൊക്കത്തില്ല. സ്വത്രം പോണെങ്കിൽ ഒരു കൊട്ടാരത്തിൽ. അപ്പോഴാണ് എനിക്ക് അകത്ത് കത്തിയത്. ശരിയാണ്, നമ്മൾ ഈ ജെറ്റ് പ്ലെയിന്റെ കാര്യം മാത്രം പറഞ്ഞു. വേറെ പോണെങ്കിൽ ഒരു വണ്ടി വേണം, പോണെങ്കിൽ അതുപോലെ വീടും വേണം. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്റെ സാഹചര്യത്തെ അങ്ങ് കർത്താവ് മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങളിൽ കിടക്കാം. വീണ്ടും കർത്താവ് അക്കൗണ്ടുകൾ വീണ്ടും പൂത്തുല്ലസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കഴിഞ്ഞ ദിവസവും 20,000 കർത്താവ് അക്കൗണ്ടിൽ വീണ്ടും പൂത്തുല്ലസിപ്പിച്ചു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നന്മയും കരുണയും നമ്മുടെ പിന്നാലെ ഇങ്ങനെ പുറകെ വന്നോണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറുപ്പന്തറ ഫ്രൈഡേ മീറ്റിംഗ് ഹാളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറത്തൊരു മതിൽ, ആ മതിലിൽ ഒരു കാക്ക വന്ന് ഇരിക്കുക. കാക്ക വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് കുറെ നേരമായിട്ട് പോകുന്നില്ല. ഇത് ഞാൻ നോക്കുമ്പോ ഈ മതിലിന്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഈ കാക്കയ്ക്ക് നേരെ നോക്കാൻ അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ നോക്കത്തില്ല, കണ്ണിങ്ങനെ സൈഡിലാണ്. ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിയിട്ട് പോയി, രണ്ടാമത് ഇങ്ങോട്ട് ചെരിഞ്ഞ് നോക്കിയിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് കാക്ക വന്നിട്ടുണ്ട്, അതിന്റെ ഈ അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓണർ ഇല്ലാത്തോണ്ടോ ഒന്ന് തപ്പി നോക്കിക്കൊണ്ടിരിക്കും. രണ്ട് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ വരാന്തെ കൂടെ കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവിടെ നമ്മുടെ സൈവം ബോളൊക്കെ കണ്ട ഇതിങ്ങനെ കുറെ നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുന്നില്ല, പറന്നു പോകുന്നില്ല. ഇത് രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഇത്രയും ആൾക്കാർ ആ ഹോളിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ തത്തി നോക്കി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പെട്ടെന്ന് എന്റെ ഉള്ളിൽ വന്ന ഇതാണ്, ആള് കൊറിയർ വന്നിട്ടുണ്ട്, ഈ സാധനമായിട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ ഉടമസ്ഥനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഹല്ലേലൂയ. ആമേൻ. സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. ഓക്കെ. ഒരു അത്ഭുത സാക്ഷ്യം ഓർപ്പിച്ചു. സ്തോത്രം. ഒരു വാർത്ത വലുതും എനിക്ക് അയച്ചു തന്നായിരുന്നു. സ്തോത്രം. സോറി, കാണിക്കാൻ പറ്റുമോ? ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങൾ സംബന്ധിച്ച ന്യൂയോർക്ക് ടൈംസിന്റെ പട്ടികയിൽ
കുമരകവും വൈക്കവും. വൈക്കത്തഷ്ടമിയും മറവൻതുരുത്ത് ഗ്രാമീണതയും കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസവും എടുത്തു പറഞ്ഞാണ് ലോകത്തെ 52 കേന്ദ്രങ്ങളിൽ 13ാമതായി കേരളം ഇടം പിടിച്ചത്. ഇന്ത്യയിൽ ഇന്ന് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കുമരകവും വൈക്കവും മാത്രമാണ്. ലോകത്തിൽ കണ്ടിരിക്കേണ്ട 52 വിനോദ കേന്ദ്രങ്ങളിൽ സ്തോത്രം അതിന് 2 സ്ഥലം മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളൂ. അതിലൊന്നാണ് കുമരവും, രണ്ടാണ് വൈക്കം. ഞാൻ വൈക്കത്തിനോട് പോകുന്ന വഴിക്ക് കുമരവും അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, സ്തോത്രം എന്തോ അത്ഭുതം. ഇന്ത്യയിൽ നിന്ന് 2 സ്ഥലം മാത്രം. ഇന്ന് രസമല്ലേ, ഒരു 10-40 പേര് നമ്മുടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ആ കോമ്പൗണ്ട് കടന്നു വരും. അപ്പൊ അതിനകത്ത് ഈ കാവി എടുത്ത് 1-2 പേരോ ഞാൻ എന്താ പ്രശ്നത്തിന് വരികയെന്ന് വിചാരിച്ച് വന്നപ്പം സംഭവം അവര് സ്നാനം കഴിക്കാണ്ട് വന്ന വേറെ അവരുടെ സ്നാനം വേറെയാണ്. മരിച്ചവരുടെ ആരാധന ഒരു കർമ്മം ചെയ്യാൻ വന്നതാ. അപ്പൊ എനിക്ക് ഉള്ളിൽ പ്രേരണ വന്ന ഒരു കാര്യം അറിയോ, ആ സ്നാനക്കുളത്ത് ഇതുപോലെ 10-40 പേര് ഒരുപോലെ സ്നാനപ്പെടുന്ന തരത്തിൽ ആൾക്കാർ അവര് വചനം കേട്ട് അരമണിക്കൂറോളം അവിടെ ഉണ്ടല്ലോ. എല്ലാരും ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ കേട്ടു. അതാണെങ്കിലും ഹൃദയത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. നമ്മള് ഇന്നലെ മീറ്റിംഗ് ശനിയാഴ്ച നടന്നപ്പോഴത്തേക്കിനും സച്ചിൻ ബേർ പറഞ്ഞു, അദ്ദേഹം കയറി വന്നപ്പോ തന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, മനോഹരമായ ഒരു ബിൽഡിംഗ്, സഭാ ഹോൾ അവിടെ കിടക്കും. 2 പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. അത് തന്നെ എന്നോട് ആഷ്ണമോളും പറഞ്ഞു. ആ മോള് ആരാധിക്കുന്നതിനിടയ്ക്ക് അവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട വലിയൊരു ബിൽഡിംഗ്. ഹാലലുയ. ഇത്ര ആംബിയൻസ് ഉള്ളൊരു സ്ഥലം സ്വത്രം വേറെ ഇല്ല. അതുപോലെ മനോഹരമായ ഒരു സ്ഥലമായിട്ട് അത് മാറും. സ്വന്തമായി നമ്മുടെ സ്വന്തം സ്ഥലമായിട്ട് തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രേമ നാളുകൾക്ക് മുമ്പ് പ്രേമന് ദർശനം ഉണ്ടായിരുന്നു. സ്ഥലം നമുക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ നമ്മളെ കണ്ടിന്യൂവൽ കൺഫെഷൻ ക്യാൻ ബ്രേക്ക് എനി റോക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ യൂത്ത് മീറ്റിംഗിൽ അത്ഭുതമാണ്, നമ്മുടെ ബ്ലോസം ഫ്ലെയിംസിലെ നമ്മുടെ അപ്പോസ്തലന്മാരുടെ അരങ്ങേറ്റമായിരുന്നു. എന്റെ സഹോദരങ്ങളെ, അടിപൊളി ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് തുള്ളിച്ചാടി തകർത്ത് കളഞ്ഞു. സ്വത്രം നമ്മുടെ രജിത സഹോദരിയാണ് ലീഡ് ചെയ്യാനായിട്ട് കർത്താവ് ഉപയോഗിച്ചത്. സ്വത്രം സഹോദരി ആഴ്ച തകർത്ത കർത്താവ് ശക്തമാണ്. ഞാനത് നേരത്തെ ഇവരെല്ലാം നേരത്തെ ശുശ്രൂഷിക്കുന്നവരാണ് നമുക്ക് കണ്ടാൽ തോന്നും. പക്ഷെ അവരെല്ലാം പുതുതായിട്ടാണ് റീസെന്റ് ശുശ്രൂഷിക്കുന്നവരാണ് എല്ലാവരും. അതിനകത്ത് ലീഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും, അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. എനിക്കറിയാം മൈക്ക് ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും തകർത്തേനെ. സ്വത്രം അതുപോലെ അവർ തുള്ളിച്ചാടി. നമ്മുടെ യൂത്ത് ചാടിയതിനേക്കാളും കൂടുതൽ അവർ ചാടി എന്ന് പറയാം. സ്വത്രം അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ആര്യമോൾ സംഘം, ബ്ലോസം ഗ്ലേസ്. ആര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നു, സൗണ്ട് ഉണ്ടെന്നൊന്നും പോലെ കേട്ടിട്ട് പോലും. പക്ഷെ എത്ര ശുശ്രൂഷകരാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നത്. എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ശുശ്രൂഷകരാണ്. അവസരം കിട്ടിയാൽ അവരെല്ലാം തകർത്ത് കളയും. അങ്ങനെ അടിപൊളി സൂപ്പർ മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ യൂത്ത് മീറ്റിംഗ്. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി സാക്ഷികൾ പറയാം. ആര്യമ്മയുടെ ഡാൻസ് ആയിരുന്നു സൂപ്പർ. ഓക്കെ, ആര്യമ്മയുടെ ഡാൻസും പാട്ടും മനോഹരമായിരുന്നു. ബ്രദറെ, നമ്മുടെ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന്റെ ലിങ്ക് ആദർശ് എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം അത് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എന്റെ മുറിയിൽ ഇരിക്കുന്നിടത്ത് അത് ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ നമ്മുടെ അനു ഡോക്ടർ എടുത്തിട്ട് വന്ന് മെയിൻ റൂമിൽ, അതായത് പേഷ്യന്റിനെ നോക്കുന്ന റൂമിൽ ആ സ്റ്റാൻഡെ കൊണ്ട വെച്ചു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. 1:30 വരെ ആ പേഷ്യന്റ് എല്ലാവരും കേൾക്കും,
എല്ലാവരും അവിടെ വലിയ ക്രൂസർ പോലെ നടക്കുമായിരുന്നു. കാരണം വന്നവരെല്ലാം ആ മീറ്റിംഗിൽ പങ്കെടുത്തു, ആ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. കാനഡയ്ക്ക് പോകാനുള്ള ഒരു കൊച്ചിനെ ക്ലീൻ ചെയ്തിട്ടുണ്ടപ്പോ ആ കൊച്ചു അത് വലിയ ഇതായിട്ട് ഏറ്റെടുത്തു. വെറുതെ വലിയൊരു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു. അതുപോലെ അവിടെ കർത്താവ് ആ മീറ്റിംഗ് അവിടെ കടന്നു വന്ന എല്ലാവരും കേൾക്കാനിടയായി. കർത്താവ് അത് ഡോക്ടർ തന്നെ കൊണ്ടുവച്ചത്, ഞാൻ പോലും അല്ല. കർത്താവ് അങ്ങനെ അവിടെ മാനിച്ചു. അതുപോലെ പല്ലെടുക്കാൻ വന്ന ഹോമിയോ ഡോക്ടർ നമ്മുടെ വാഗ്ദത്ത വചനം ആ കലണ്ടറിൽ ഞാൻ ആ റൂമിലാണ് തൂക്കിയേക്കുന്നത്. ആ കലണ്ടറിൽ നമ്മുടെ വാഗ്ദത്ത വചനങ്ങളെല്ലാം ഫോണിൽ എഴുതിക്കൊണ്ട് പോയി, ഫോണിൽ അടിച്ചുകൊണ്ട് പോയി. അതുപോലെ കർത്താവ് അവിടെ മാനിച്ചു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കും, വളരെ അത്ഭുതമായിരിക്കും. സഹോദരൻ, എന്തൊരു അത്ഭുതം പ്രിയപ്പെട്ടവര്. നമ്മളവിടെ നിൽക്കുക, നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. കർത്താവ് അവിടെ ഒരു വലിയ കൺവെൻഷൻ നടക്കും. അവിടെ പല്ല് ക്ലീൻ ചെയ്യാൻ വന്ന ഒരു ഹോമിയോ ഡോക്ടർ, കാനഡയ്ക്ക് പോകുന്ന ആള്, എന്തോ അല്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് കർത്താവ് ഇതിനെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ ആരൊക്കെ എവിടെ നിന്ന് കണ്ടത്. സ്തോത്രം, ആമേൻ. അന്ന് ഞാൻ പെട്ടെന്ന് തലേദിവസം രാത്രി ഞാൻ സൈബ്ര നമുക്കിത് ലൈവ് ഉണ്ട്. സൈബ്ര എന്നൊരു സംഭവങ്ങളെല്ലാം റെഡിയാക്കി. അടിപൊളി, സൂപ്പർ. ആമേൻ. ആമേൻ. നീ സാക്ഷ്യമുണ്ടോ? ബ്ലോസ്മൻ ജീസസ് മിനസ് മേരിയാന്റിയാണ്. അവിടെ പുള്ളിക്കാട്ടി പിന്നെ തങ്കുതറിന്റെ മെസ്സേജ് ഡെയിലി അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അതെല്ലാം പുള്ളി സ്വീകരിച്ചു. ആദ്യം ബന്ധുക്കാരെ എതിർത്ത് പറഞ്ഞാണ്, പക്ഷെ തങ്കുവിനൊക്കെ എതിർത്ത് പറഞ്ഞാണ്. അപ്പം അതെല്ലാം സമ്മതിച്ചു. ഒത്തിരി നേരം പ്രാർത്ഥിച്ചു, എല്ലാ കാര്യവും കേട്ടു. അപ്പം എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആ ഭവനത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബർത്ത്ഡേ, ഇന്ന് ബ്ലെസ്സിംഗ് മോന്റെ ബർത്ത്ഡേ ആണ്. എന്നാ ദിവസം സാക്ഷിയുണ്ടേ. സാക്ഷി, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു തെങ്ങ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരുന്ന, പക്ഷെ 2 വർഷമായിട്ടൊന്നും കായ്ക്കുന്നില്ല. പക്ഷെ ഞാനത് അതിൽ ജീവശ്വാസം ഊതാൻ തുടങ്ങി, എന്നിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഊതാൻ തുടങ്ങി. ഇപ്പോ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ 5-8 ചോട്ട ഒന്നിച്ചുണ്ടായി. ഉണ്ടായി. അത് കൂടാതെ മുറ്റത്തൊരു മാവും കൂടി ഉണ്ടായിരുന്നു, അതും 4-5 വർഷമായിട്ട് കായ്ക്കുന്നില്ല. ജീവശ്വാസ ഊതിയൊക്കെ നോക്കി, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. വീണ്ടും അത് ചെന്നിട്ട് ടെറസിൽ ചെന്ന് ഇല പിടിച്ചു ഊതി ആദ്യം ഒരു പൂങ്കുല ഉണ്ടായി. അത് ഈ കഴിഞ്ഞ മഴയത്ത് അതങ്ങ് പോയി. അപ്പോഴെനിക്കൊരു ചെറിയ നിരാശ വന്നെങ്കിലും വിട്ടുകൊടുക്കാതെ വീണ്ടും ഊതി. ഇപ്പാണ്ട് നന്നായിട്ട് പൂക്കുലകളൊക്കെ വരാൻ തുടങ്ങി. ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ അറ്റസ്റ്റേഷൻ ആണ് ഈ സാക്ഷ്യം. വിട്ടുകൊടുക്കുക എന്നല്ലേ സ്വന്തം. നമ്മുടെ യൂത്തിലെ കുഞ്ഞുങ്ങളൊക്കെ പല ബൈക്കും ഒക്കെ ഫോണിൽ എടുത്തിട്ട് അവർ ഒരു പ്രാവശ്യമൊക്കെ ഊതി, പക്ഷെ അത് വിട്ടുകൊടുക്കരുത്. അതിൽ പലരും 1-2 പ്രാവശ്യം ആദ്യത്തെ ഒരു ഉത്സാഹം കാണിക്കും, പിന്നെ അത് കഴിഞ്ഞില്ല. അങ്ങനെ ആരംഭശൂരത്വം കാണിച്ച് വിട്ടുകൊടുക്കരുത്. സ്തോത്രം. വീണ്ടും അത് തുടർച്ചയായിട്ട് തുടരണം. നമ്മളല്ലേ ഒരു അത്ലറ്റ് സമ്മാനം വാങ്ങിക്കുന്നത് സ്തോത്രം ഒരു ദിവസം, പക്ഷെ എത്രയോ നാളത്തെ കഠിനാധ്വാനം അല്ലെ. കണ്ടിന്യൂസ്, സ്ഥിരമായിട്ട് ഉത്സാഹം, സ്ഥിരോത്സാഹം. ആമേൻ. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബർത്ത്ഡേ കിടക്കാണ്. ഇവിടെ മോന്റെ ബർത്ത്ഡേ ആണ്. എന്തോ സാക്ഷ്യം കഴിഞ്ഞില്ലായിരുന്നു, ആരും എന്തോ പറയുന്നു. ഇന്നലെ എനിക്കാണെങ്കിൽ സാറ്റർഡേയിലെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി. എനിക്ക് വരാനൊക്കത്തില്ലെന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു. അന്നേരം നിങ്ങൾ അവിടുത്തെ വൈക്കത്തെ ഇന്റർനാഷണൽ ലെവലിലോട്ട് മീഡിയ കയറാൻ വേണ്ടി ഫസ്റ്റ് ലൈവ് ആണ് ടെലികാസ്റ്റ് ആയത്. വലിയ വരുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ. അത് ഏറ്റെടുക്കുന്നു. വൈക്കത്തെ ഇന്റർനാഷണൽ അല്ലേ. ആമേൻ. സാലി സിസ്റ്റർ പറഞ്ഞു. സോറിക്ക് റേഞ്ച് ഇല്ലേ.
ക്ലിയർ ആകുന്നില്ല, ക്ലിയർ ആകുന്നില്ലേ? പറയുന്നത് ഞാൻ പറഞ്ഞു. ഹലോ, ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അയൽവക്കത്തുള്ള രണ്ട് വീട്ടില് 2 തെങ്ങ്, അത് ഒരു തെങ്ങാണെങ്കിൽ 10 അത് നട്ടിട്ട് കായ്ച്ചിട്ടേ ഇല്ലായിരുന്നു, വലിയ തെങ്ങായിരുന്നു. അപ്പൊ താഴത്തെ വീട്ടിലെ തെങ്ങും അതുപോലെ തന്നെ കായ്ക്കുന്നില്ലായിരുന്നു. അത് ഒരു 2 വർഷം മുമ്പേ ഇങ്ങനെ പ്രാർത്ഥിക്കും, എപ്പോഴും പറയും യേശുവിന്റെ നാമത്തിൽ ഫലം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ്. ഇതുപോലെ തന്നെ ബ്ലോസം ബ്ലെയിംസിന്റെ ആ സമയത്ത് ഞാൻ ജീവശ്വാസം ഇങ്ങനെ ഊതി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ 2 തെങ്ങും കൊല തിങ്ങി നിറഞ്ഞ് കായായിട്ട് എടുക്കുക. ഒരു അയൽക്കത്തുള്ള ഒരു അമ്മച്ചി നമ്മുടെ കൂടെ ചർച്ചിൽ വരുന്നതാണ്, ഒരാള് വേറെയാ. പക്ഷെ അവര് 2 തെങ്ങ് നന്നായിട്ട് കായ്ച്ചെടുപ്പുണ്ട്. ആമേൻ. കർത്താവിനെ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ ബ്ലെസ്സിംഗ് മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൂന്റെയും ബർത്ത്ഡേ ആണ്. സ്തോത്രം. അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയകുടുംബം. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനിൽവരെ ആരെ പ്രാർത്ഥിക്കുന്നു? പിതാവെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. പിതാവെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവി കാര്യങ്ങൾ കർത്താവെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുപോലെ അവരുടെ വിദ്യാഭ്യാസം, ജോലി, എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു അഭിഷേകത്തിൽ നിറയട്ടെ. അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ കണ്ടതല്ല കർത്താവെ, അത്ഭുതകരമായ വിടുതലുകളിലൂടെ കർത്താവ് അവരെ നടത്തണം, അത്ഭുതം ചെയ്യണം. സകല മഹത്വവും കർത്താവ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു. ആമേൻ. സോ എല്ലാവരും പറയട്ടെ, അടുത്തു പോകരുത്, പുറകോട്ട് പോകരുത്. ഡോണ്ട് ഗീവ് അപ്പ്, ഡോണ്ട് ഗോ ബാക്ക്. വിട്ടുകൊടുക്കരുത്. ഉറപ്പുണ്ട്. കർത്താവ്, വിശ്വസിച്ച കർത്താവിൽ ഉറപ്പുണ്ടെങ്കിൽ, ആരംഭിച്ച കർത്താവ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം, വിട്ടുകൊടുക്കരുത്. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയാം, യൂത്തിനോട് പറയാം, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഭാവിയുണ്ട്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ദർശനങ്ങൾ ഉള്ള ദൈവാസനെ തന്നു. 800 കോടിയാണ് നമ്മൾ ഉന്നം വെച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. സോ അതുകൊണ്ട് നിങ്ങൾ ദർശനങ്ങൾ വിശാലമായിരിക്കണം. സ്തോത്രം. ആമേൻ. വേറെ ആരോടും ശാഠ്യം പിടിക്കണ്ട. സ്തോത്രം. ശാഠ്യം ദർശനത്തോടായിരിക്കണം. ശാഠ്യം പിടിക്കണം. നിന്നെ ഞാൻ പിടിച്ചെടുക്കും എന്ന് പറയണം. നിന്നെ ഇന്നലെ ഞാൻ അവിടെ കാണിച്ച എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കില്ല. ഈ ആശ മുമ്പിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ അവനെ ഓടിച്ചിട്ട് പിടിക്കണം. നിരാശ നമ്മുടെ പുറകെ വരും, നമ്മളതിനെ തേടിപ്പോണം. പക്ഷെ ആശയെ നമ്മൾ തേടണം, ഓടണം, പുറകെ വിട്ടുകൊടുക്കരുത്. ആമേൻ. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ നമ്മുടെ പരസ്യോഗം, ചേർത്തല സഭയിലെ പ്രിയപ്പെട്ടവർ പോയി പരസ്യോഗം നടത്തി. ജോസിഡ് പറയാം, പരസ്യോഗം കഴിഞ്ഞിട്ട് കുക്കിങ്ങും ആ വണ്ടിക്കകത്ത് തന്നെയാണ്. ഒരു ഗ്യാസും ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ തന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അതിന്റെ വീഡിയോ ഉണ്ടോ? എന്നാ പറയാനാണ്, യേശു എന്നെ കണ്ടു, യേശു എന്നെ കണ്ടു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ഞങ്ങളെ മാറ്റി. ഇന്ന് ഞങ്ങളെ പറഞ്ഞു. പക്ഷേ അച്ഛൻ ആ ടൈമിൽ എടുത്തു മുഖത്തേക്ക് നോക്കിയപ്പോൾ ലജ്ജിക്കാതെ ഞങ്ങൾ ഇന്നും സമാധാനം, സന്തോഷം കൊണ്ടുവന്ന് ഇന്ന് ഈ നിൽക്കുന്ന മോൾ പോകുന്നു. പക്ഷെ എന്റെ യേശുവിനെ അറിഞ്ഞ് എന്റെ ചായ മേടിച്ചു കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല.
ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു. ഇത് ചെറിയ രക്ഷയല്ല, ഇത്ര വലിയ രക്ഷയാണ്. ഇത് ഗണ്യമാക്കാതെ പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശവാസികളെ, നിങ്ങളെ ഞങ്ങളെ കർത്താവായി. What a wonderful God. I beg you, there is no one like you. We give you all the glory, Jesus. Darling Jesus, you're a wonderful God. I beg you, there is no one like you. I give you all the glory, Jesus. I'm gonna dance and dance till I can't dance no more, and then I'll dance some more. For He's my strength in Him, I know all things are possible. All things are possible. My God is capable. I get it now unshakable. I'm gonna dance and dance till I can't dance no more, and then I'll dance some more. For He's my strength in Him, I know all things are possible. All things are possible. My God is capable. I get it now unshakable. Melody, melody, Jesus is my melody. Oh, verily, verily, He has given me everything. Oh, abundantly, abundantly, everything abundantly, abundantly. Melody, melody, Jesus is my melody. Oh, verily, verily, He has given me everything. Oh, abundantly, abundantly, everything abundantly, abundantly. I'm gonna dance and dance till I can't dance no more. ഹല്ലേലൂയ. ഇങ്ങനെ രാവിലെ ലൈസ സൗരി നമുക്ക് എല്ലാവർക്കും ബ്രെഡും മുട്ടക്കറി ഉണ്ടാക്കി തന്നു. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ. സോദരം, അങ്ങനെ ഒരു പരസ്യയോഗം കമ്മ ടൂർ ആയിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് തൈക്കല് പ്രദേശത്തിന്റെ പേര്. നമ്മളെ നാളുകൾക്ക് മുമ്പ് വെള്ളൂര് ശുശ്രൂഷകരെല്ലാം കൂടെ കൂടി അന്ന് ആരാധിക്കുന്ന സമയത്ത് അന്ന് ജോസിബ്രാന്റെ ഉള്ളിൽ ഒരു കർത്താവ് ഒരു ഇത് കൊടുത്താണ്. യെസ്, സോഫി സഹോദരി ഇതെല്ലാം കാണുന്നുണ്ടോ? സോദരം, നമുക്ക് ഓസ്ട്രേലിയയിൽ ഇതുപോലെ നടത്തണ്ടേ? കണ്ടു ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. നമുക്ക് ഓസ്ട്രേലിയയിൽ നടത്തിയേക്കാം കേട്ടോ. ഓസ്ട്രേലിയയിലെ ഒരു പരസ്യവും ഒരു ഇതുപോലെ തന്നെ ബാർബിക്യൂ ഉണ്ടാക്കാം. അവിടേക്ക് പിന്നെ ബാർബിക്യൂ അല്ലേ സോദരം. അപ്പം അന്ന് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവ് ജോസഫാന്റെ ഉള്ളിൽ കൊടുത്ത സ്ഥലത്തിന് തൈക്കൽ എന്നൊരു ഒരു പേര് കൊടുത്തു. അദ്ദേഹം വിശ്വാസത്തിന് സ്റ്റെപ്പ് വെച്ച് ഇപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദേശവാസികളൊക്കെ അവരിപ്പം ക്ഷണിക്കുകയാണ്. അവിടെ ഒരു വലിയ പ്രവർത്തനം, ആമേൻ, ഒരു വലിയൊരു ഔട്ട് സ്റ്റേഷൻ ആയിട്ട് വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും സാക്ഷ്യം ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സാക്ഷികൾ പറഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മുടെ ആദ്യത്തിൻ അപ്പോസ്തലൻ പറഞ്ഞ പോലെ അത്ഭുതത്തിന് അനുഗ്രഹത്തിന് ദിവസമാകട്ടെ, നന്മകളുടെ ദിവസമാകട്ടെ. ദർശനങ്ങളെ എല്ലാ ദിവസവും അതിനെ ഒന്ന് വിളിച്ചു പറയണം, ഏറ്റു പറയണം, കൺഫസ് ചെയ്യണം, അതൊന്ന് കാണണം. വേറെ എന്തെങ്കിലും സോറി നമ്മുടെ പ്രാർത്ഥിക്കുന്നല്ലേ, നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം പിതാവേ യേശുവിന്റെ നാമത്തിൽ ഒരു മനസ്സോടെ ഭൂമിയിലെ സകല മനുഷ്യർ 800 കോടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ ഞങ്ങൾ ഏഷ്യൻ ഭൂഖണ്ഡത്തെ സമർപ്പിക്കുന്നു. ലോകത്തിലെ ജനസംഖ്യയുടെ ഏറ്റവും പ്രധാന ഭാഗമാണല്ലോ ഏഷ്യൻ ഭൂഖണ്ഡം. കർത്താവെ ഞങ്ങളുടെ ഭാരതം അടക്കം എല്ലാ ദേശങ്ങളും ചൈനയും ഒക്കെ കർത്താവെ ഞങ്ങള് എല്ലാ ഭരണകർത്താക്കളെയും വീണ്ടും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ ആ സമ്പൽ വ്യവസ്ഥകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ വികസനം കുറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ അവർക്ക് വികസനം ഉണ്ടാകട്ടെ. എല്ലാ രാജ്യങ്ങളും സമ്പൽ സമൃദ്ധമാകട്ടെ. കർത്താവെ സ്വതന്ത്രനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിശേഷാൽ സഭകളെ അനുഗ്രഹിക്കുകയാണ്, ദൈവാസന്മാരെ അനുഗ്രഹിക്കുന്നു, ഉണർവ് ചലനങ്ങളെ അനുഗ്രഹിക്കുന്നു. വിശേഷാൽ സ്വർഗീയന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ 800 കോടിയിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും കർത്താവെ കർത്താവെ ആത്മാക്കളെ നേടുവാൻ ഓരോരുത്തരെയും ഞങ്ങളുടെ ദൈവാസന്മാരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. വലിയ ചെയ്തതിനായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹമുദ്രാണ് യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാത്സല്യവും സാന്നിധ്യവും സഹസ്രം കൂട്ടായ്മ നമ്മോരോരുത്തരും
കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവദാസന്മാരോട്, കർത്താവിന്റെ പട്ടണമാകുന്ന യെരൂശലേമിന്റെ സമാധാനത്തോടും ഇസ്രായേൽ ജനതയോടും സകല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മുഖാന്തരം നമ്മളെ ജയോത്സവത്തിൽ വഴി നടത്തുന്ന പൂത്തുല്ലസിപ്പിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കണം. ചില ഗ്രേസ് ടീച്ചിങ്സ് പറയുന്ന എല്ലാം ഓക്കെ, എല്ലാം നടന്നോളും. അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. കാര്യം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും ആ വിഷയത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ദൈവം നീതിമാനായ ദൈവമാണ്, ലീഗലിസ്റ്റ്, നിയമപരമായിട്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ലീഗലായിട്ട് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോലും അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ പ്രാർത്ഥന. കർത്താവെ, ഞങ്ങളുടെ ഇന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് അതിനകത്ത് ഇടപെടണം, പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യത്വവും ദൈവം ദാനമായി തന്നിരിക്കുന്ന എല്ലാത്തിനും പ്രാർത്ഥിക്കണം. പ്രേയർ ഇറ്റ്സ് എ നെസസിറ്റി. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ ഇവിടെ സ്വത്രം ബർത്തഡേയുള്ള അപ്പോസ്തലൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓടി വാ. സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് ഒരു വേക്ക് പറയാം. അൺമ്യൂട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. Birthday to you. സ്കൂൾ വണ്ടി 7:30 ആകുമ്പോൾ അതുകൊണ്ട് അവർക്ക് നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ.